ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. അയ്യപ്പ സംഗമത്തിനു പിന്നാലെ മല കയറിയ സ്വർണ്ണപ്പാളി വിവാദം പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. സ്വർണ്ണപ്പാളി കയ്യിൽ വെച്ച് കാണാനില്ലെന്ന് പരാതി നൽകിയ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ ഗൂഢാലോചന സംശയിക്കുന്നുണ്ട് ദേവസ്വം ബോർഡും സർക്കാരും. ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ചുവെന്ന് അവകാശപ്പെടുന്ന പീഠം ശബരിമലയിലേക്ക് എത്തിച്ചിട്ടില്ല എന്നാണ് കണ്ടെത്തൽ. ദേവസ്വം ബോർഡിനെ നാണം കെടുത്തിയ പോറ്റിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാനാണ് ബോർഡിന്റെ നീക്കം. ദ്വാരപാലക പീഠം കാണാനില്ലെന്ന പരാതി കൊടുക്കുന്നതിന് 3 ദിവസം മുൻപ് തന്നെ പീഠം പോറ്റിയെ ഏൽപ്പിച്ചിരുന്നുവെന്ന സഹായിയുടെ മൊഴിയും കേസിൽ നിർണായകമാകും. വിവാദങ്ങൾക്കിടെ എന്റെ കാലത്തെല്ലാം ശുദ്ധമായിരുന്നുവെന്ന മുൻമന്ത്രി ജി സുധാകരൻ ഒളിയം പെയ്യുന്നുണ്ട്. കണക്കുകളൊന്നും ശരിയല്ലെന്ന് പറഞ്ഞ് ഹൈക്കോടതി നിയോഗിച്ച റിട്ടയർഡ് ജസ്റ്റിസ് കെ ടി ശങ്കരന്റെ നേതൃത്വത്തിലുള്ള സംഘം പഴയ രേഖകളും കണക്കുകളും പൊടി തട്ടിയെടുക്കാൻ ഉടനെ എത്തുന്നുണ്ട്. ചെമ്പ് തെളിയുമോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ ശ്രീ ആർ ജി രാധാകൃഷ്ണൻ തിരുവാഭരണ കമ്മീഷണറാണ്, മുൻ തിരുവാഭരണ കമ്മീഷണറാണ്. അദ്ദേഹം അല്പസമയം നമ്മോടൊപ്പമുണ്ട്. അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ CPM പ്രതിനിധി, TP ജയചന്ദ്രൻ BJP പ്രതിനിധി, A സജീവൻ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ്. അത് ഞാൻ ദേവസ്വം ബോർഡ് തിരുവാഭരണ കമ്മീഷണർ മുൻ കമ്മീഷണറിലേക്ക് പോകുന്നു. ശ്രീ ആർ ജി രാധാകൃഷ്ണൻ, ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഓരോ ദിവസം ഓരോ രൂപത്തിൽ ഡെവലപ്പ് ചെയ്യുകയാണ്. ഇതിലിപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, അതോടൊപ്പം വാസുദേവൻ, അതോടൊപ്പം ദേവസ്വം ബോർഡ്, ആരാണ് യഥാർത്ഥത്തിൽ പ്രതിക്കൂട്ടിലെന്നാണ് അങ്ങ് കരുതുന്നത്? ആരെയാണ് അങ്ങ് സംശയിക്കുന്നത്? ഈ സംഭവം നടക്കുമ്പോൾ, അതായത് ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോയെന്ന് പറയുന്നത് ജൂലൈ 19, 20 തീയതികളിലാണ് ഇത് ഇളക്കിക്കൊണ്ട് പോകുന്നത്. 2019 ജൂലൈ 19, 20 തീയതികളിലാണ്. അതെ, അപ്പോഴാണ് ഇത് കൊണ്ടുപോകുന്നത്. അപ്പൊ യഥാർത്ഥത്തില് അന്ന് ഞാൻ അവിടെ ഇല്ല. അതിനുശേഷം 5/8 ഞാൻ ഈ ചാർജ് എടുക്കുന്നത് അവിടെ. അപ്പൊ 5/8 ചാർജ് എടുത്തതിന് ശേഷം സാധാരണഗതിയിലുള്ള എന്റെ ഓഫീസ് പ്രവർത്തനങ്ങൾ തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയും മറ്റു വിവരങ്ങളൊന്നും ഞാൻ അറിയുന്നില്ല. 29-ാം തീയതിയാണ് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ, അതായത് 28-ാം തീയതിയാണ് ഇൻഫർമേഷൻ കിട്ടുന്നത്. 29-ാം തീയതി ചെമ്പ് പാളികൾ ചെന്നൈയിലുള്ള സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയിട്ടുണ്ടെന്നും അവിടെ ഇത് സ്വർണം പൂശണം. അപ്പൊ അത് ഈ സ്വർണം പൂശണമെങ്കിൽ തിരുവാഭരണ കമ്മീഷണറുടെ സാന്നിധ്യം വേണം. സ്വർണമെന്നല്ല, ദേവസ്വത്തിലെ ഏത് ഉരുപ്പടി ചെയ്യണമെന്നുണ്ടെങ്കിലും തിരുവാഭരണ കമ്മീഷണറുടെ സാന്നിധ്യം വേണം. അപ്പൊ ആ നിലയ്ക്ക് ഈ ഉത്തരവ് 5/7/2019 ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട് ബോർഡ്. തിരുവാഭരണ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ വേണം ഇത് ചെയ്യാനെന്നുള്ളത്. അതിനു മുമ്പേ പറയുന്നുണ്ട്, ആ ഓർഡറിൽ തന്നെ പറയുന്നുണ്ട്, ഈ ചെമ്പ് പാളികൾ ഇളക്കിയെടുത്ത് അതിന്റെ തൂക്കം നോക്കി ആ തൂക്കത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് നടപടികൾ സ്വീകരിച്ച് ഇത് ആ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന സ്പോൺസറെ ഏൽപ്പിക്കാനായിട്ട് ആ ഓർഡറിനകത്ത് പറയുന്നുണ്ട്. അതിന്റെ തൊട്ട് താഴെയാണ് ഈ പറയുന്നത്, ഈ തിരുവാഭരണങ്ങൾ സ്വർണം പൂശുന്നതിനായിട്ട് നമ്മുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം തിരുവാഭരണ കമ്മീഷണർ. അങ്ങനെയാണ് ഞാൻ ചെന്നൈ പോകുന്നത്. അപ്പൊ 29-ാം തീയതി രാവിലെ ചെന്നൈ ചെന്നപ്പോഴത്തേക്ക് നമുക്ക് അവിടെ എല്ലാവരും ഉണ്ട്. എന്റെ ഓഫീസിലെ സ്റ്റാഫുണ്ട്, സൂപ്രണ്ടുണ്ട്, സ്മിത്തുണ്ട്, ഈ പറയുന്ന ഉണ്ണികൃഷ്ണനുണ്ട്, സ്മാർട്ട് ക്രിയേഷൻസിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് എല്ലാം ഉണ്ട്. അപ്പൊ ഇവരെല്ലാരും കൂടെ ചേർന്ന് ഈ സാധനം കൊണ്ടുവയ്ക്കുന്നത് ചെമ്പാണ്. ചെമ്പ് പാളികളാണ് അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പൊ അത് ഒരു 10-14 പീസ് ഉണ്ട്. അപ്പൊ ഈ പീസിനെ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള നിയമം അനുസരിച്ച് ഈ പൂശുന്നതിന് മുമ്പ് ഈ ചെമ്പ് പാളിയുടെ വെയിറ്റ് എടുക്കും നമ്മൾ. അപ്പൊ അങ്ങനെ അതിന്റെ വെയിറ്റ് എടുത്ത് അത് മഗസർ എഴുതി മഗസറിൽ രേഖപ്പെടുത്തി അത് മഗസർ അവിടെ നിർത്തിക്കൊണ്ട് ഈ സാധനത്തിനെ നമ്മുടെ പ്രസൻസിൽ ഇത് സ്വർണം പൂശാനായിട്ട് നമ്മൾ ഏൽപ്പിക്കും. അത് സ്വർണം പൂശി തിരിച്ച് നമുക്ക്, അതായത് ഇലക്ട്രോപ്ലേറ്റിംഗ് ആണ് അവിടെ ചെയ്യുന്നത്. ഇലക്ട്രോപ്ലേറ്റിംഗ് കഴിഞ്ഞ് തിരിച്ച് കിട്ടുന്ന സാധനം നമ്മൾ വീണ്ടും തൂക്കും. ഇത് തൂക്കി ഇത് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ എടുക്കും. അപ്പൊ ആ ഡിഫറൻസ് ആണ് യഥാർത്ഥത്തിൽ ഈ കിട്ടിയിരിക്കുന്ന 14 സാധനങ്ങളിലും സ്വർണമായിട്ട് ഉപയോഗിച്ച് പ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ മഗസർ അവിടെ എഴുതും. ആ വ്യത്യാസം എന്ന് പറയുന്നത് അന്ന് കണ്ടത് 394.100 ഗ്രാം, അതായത് ഒരു ഉദ്ദേശം ഒരു 40-49 കിലോ, 49 പവൻ സ്വർണം വരും. അങ്ങനെ ആ സംഭവം അവിടെ എഴുതി ക്ലോസ് ചെയ്ത്, ആ മഗസർ ക്ലോസ് ചെയ്ത് എല്ലാവരും അതിനകത്ത് ഉൾപ്പെടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും എക്സിക്യൂട്ടീവ് ഡയറക്ടറും ഓഫീസറും
സൂപ്രണ്ടും സകലരും ഒപ്പിട്ട് ആ മഗസർ ക്ലോസ് ചെയ്ത് ഞങ്ങളുടെ ഡ്യൂട്ടി തീരുന്നു. ശ്രീ ആർ ജി രാധാകൃഷ്ണൻ ഒന്നുകൂടി വിശദീകരിക്കാമോ? അതായത് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ ഒട്ടും സ്വർണമില്ലാത്ത ചെമ്പാണ് അങ്ങോട്ട് കൊണ്ടുപോയത്, ചെമ്പ് പാളിയാണ് കൊണ്ടുപോയത്. അതിൽ സ്വർണം പൂശുകയാണ് ചെയ്തിരിക്കുന്നത്. ആ സ്വർണം പൂശിയ ശേഷം അളവെടുത്ത കാര്യത്തെക്കുറിച്ചാണോ അങ്ങ് പറയുന്നത്, ഈ 49 പവൻ എന്ന്? അല്ല, സ്വർണം പൂശിയ കാര്യമൊന്നും എനിക്കറിയില്ല. ആ തകിട് ഇന്നതുപോലെ ചെന്നൈയിൽ എത്തിച്ചിട്ടുണ്ട്. അവിടെ സ്വർണം പൂശുന്ന നടപടിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ കൂടെ ചെല്ലാൻ പറയുന്നത്. അങ്ങനെയാണ് ഞാൻ അവിടെ പോകുന്നത്. ഇതിനകത്ത് സ്വർണം പൂശിയിട്ടുണ്ടോ, അത് സ്വർണം പൂശാത്ത ചെമ്പ് തകിടാണോ എന്നുള്ള വിവരങ്ങളൊന്നും എനിക്കറിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ 28 നമ്മൾ വിളിച്ചു പറയുന്ന അനുസരിച്ച് 29 പോവുകയാണ്. പോയപ്പോഴാണ് നമ്മൾ അറിയുന്ന, അവിടെ ചെല്ലപ്പോഴത്തേക്ക് ഈ ദ്വാരപാലകരുടെ പീസായിട്ടുള്ള ഓരോ പീസുകൾ ചെമ്പ് തകിടിലുള്ള സാധനം പ്യൂരിഫൈ ചെയ്ത് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ ഡ്യൂട്ടി, നമുക്കിത് മുൻപ് നടന്നിട്ടുള്ള സംഗതികളൊന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. കാരണം ഇത് ശബരിമല എന്ന് പറയുന്നത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലുള്ള ഒരു അമ്പലമാണ്. ഈ ഞങ്ങളുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ ആറന്മുളയാണ്. അപ്പൊ ഈ ആറന്മുളയിൽ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ചാണ് നമ്മൾ അവിടെ പോകുന്നത്. അവിടെ പോയി ഇത് ആദ്യം നമ്മുടെ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വെയിറ്റ് നോക്കുക. അപ്പോഴും നമുക്ക് ഈ വിവാദങ്ങളോ പ്രശ്നങ്ങളോ ഇത് ഈ സ്വർണം പൂശിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയേണ്ട അവസ്ഥയില്ല. അതിനോട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ സ്വർണം പൂശാനായിട്ട് കൊണ്ടുവന്ന സാധനം എന്താണ്? ചെമ്പ്. ആ ചെമ്പിനെ തൂക്കി നമ്മൾ മകസർ എഴുതുന്നു. അതാണ് യഥാർത്ഥത്തിൽ നടന്നത്. ശേഷമുള്ള വെയിറ്റിന്റെ വ്യത്യാസമാണ് യഥാർത്ഥത്തിൽ. അത് 49 പവൻ എന്ന് പറഞ്ഞാൽ ഈ ചെമ്പ് തകിട് തൂക്കിയപ്പോഴും സ്വർണം പൂശിയതിന് ശേഷം തൂക്കിയപ്പോഴും ഉള്ള ഇതിന്റെ വ്യത്യാസമാണ് ഞാൻ ഈ പറയുന്നത്. അത്രയും സ്വർണമാണ് അതിനകത്ത് പിടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ നോക്കൂ, ഈ പറഞ്ഞത് ചെമ്പ് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ അങ്ങയോട് ചോദ്യം, അങ്ങ് ഈ പറഞ്ഞ 2019 ഈ 5-8 അല്ലെ അങ്ങ് ചാർജ് എടുത്തത്. പക്ഷേ 98 ഈ ശ്രീകോവിലിൽ സ്വർണം പൊതിഞ്ഞിട്ടുണ്ടല്ലോ. വിജയ് മല്യ 30.3 കിലോഗ്രാം സ്വർണം, 30 കിലോഗ്രാമിലധികം സ്വർണം അവിടേക്ക് നൽകുന്നുണ്ട്, ശബരിമലയ്ക്ക് നൽകുന്നുണ്ട് 98. അപ്പോൾ സ്വർണം പൊതിഞ്ഞതായിരുന്നു ശ്രീകോവിൽ. അവിടുത്തെ ഏതൊക്കെ ഭാഗത്ത് സ്വർണം പൊതിഞ്ഞു എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അന്നത്തെ വാർത്തകളിലൊക്കെ അത് കൊടുക്കുകയും ചെയ്തിരുന്നതാണ്. വിജയ് മല്യ ഇത്തരത്തിൽ ശബരിമലയിൽ ഇത്രയധികം സ്വർണം നൽകി എന്നുള്ള കാര്യം അന്നത്തെ വാർത്തകളുണ്ട്. പിന്നെ എങ്ങനെയാണ് ഒരു ചെമ്പ് മാത്രമായി അവിടെ നിന്നും കൊണ്ടുപോവുക എന്നൊരു സംശയം ഉണ്ടല്ലോ. അല്ലെങ്കിൽ എഴുതി വെച്ചത് അങ്ങനെയാണ്. അത് ചെമ്പ് അല്ല എഴുതി. അതായത് ഇപ്പൊ ഇതിനകത്ത് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ വിജയ മല്യയല്ല, ഇനി ആര് വന്ന് ഒരു ക്ഷേത്രത്തിൽ, ഇപ്പൊ ശബരിമലയാണല്ലോ വിഷയം നടക്കുന്നത്, ശബരിമല ക്ഷേത്രത്തിൽ സ്വർണം പൂശിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്വർണം ശ്രീകോവിൽ മൊത്തം സ്വർണം ഇതും കൂടെ ഉൾപ്പെടെയാണെന്ന് വെക്കുക, സ്വർണം പൂശിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അളവും തൂക്കവും എഴുതുന്നതിന് നമ്മുടെ വ്യവസ്ഥ അനുസരിച്ച് ഒരു 4-ാം നമ്പർ രജിസ്റ്റർ ഉണ്ട് അവിടെ. ആ 4-ാം നമ്പർ രജിസ്റ്ററിൽ ഒന്നാമത്തെ രജിസ്റ്റർ 4 രജിസ്റ്ററാണ്. അതിൽ ഒന്നാമത്തെ രജിസ്റ്റർ എന്ന് പറയുന്നത് സ്വർണം വെള്ളി വകകൾ എൻട്രി ചെയ്യുന്ന രജിസ്റ്ററാണ്. ഇത് വർഷങ്ങളായിട്ട്, അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രൂപീകരണം മുതലേ ഉള്ള രജിസ്റ്ററാണ് മെയിൻറ്റെയിൻ ചെയ്തു വരുന്നത്. ഈ രജിസ്റ്ററിനകത്ത് നമ്പർ ഇട്ട്, അതായത് അതിന് മുമ്പ് പല ഐറ്റവും അതിനകത്ത് എഴുതി കാണും. അങ്ങനെ ഐറ്റം ഇട്ട് ഈ വിജയ് മല്യ എത്ര ഗ്രാം സ്വർണം അല്ലെങ്കിൽ എത്ര കിലോ സ്വർണം അതിനകത്ത് ഉപയോഗിച്ചു എന്നുള്ളത്, അത് സ്ഥായിയായ ഒരു സാധനമാണ് അവിടെ ഇരിക്കുന്നതെങ്കിലും ആ രജിസ്റ്ററിനകത്ത് അടുത്ത നമ്പർ ഇട്ട് അത് എന്തൊക്കെയാണ് അതിനകത്ത് വന്നിട്ടുള്ളത്, ഏതിലൊക്കെയാണ് സ്വർണം പൂശിയിട്ടുള്ളത്, ആ ഓരോ ഐറ്റത്തിന്റെയും വെയിറ്റ് അതിനകത്ത് രേഖപ്പെടുത്തി അതിനകത്ത് അറ്റസ്റ്റേഷൻ നടത്തിയിരിക്കണം. എക്സിക്യൂട്ടീവ് ഓഫീസറും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അല്ല, അത് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് പരിശോധനയ്ക്ക് വിധേയമാക്കിയാലേ അത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അതിനകത്ത് എൻട്രി ചെയ്തിരുന്നു എന്ന് വരികിൽ ഇത് സ്വർണമാണോ ചെമ്പാണോ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ പറ്റുമായിരുന്നു. അത് ചെയ്തിട്ടില്ലെങ്കിൽ അത് വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണെന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അത് എളുപ്പത്തിൽ പരിശോധിക്കാവുന്നതേ ഉള്ളൂ അല്ലേ? ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിൽ പ്രസിഡന്റിന് ആ രജിസ്റ്ററിൽ എൻട്രി ചെയ്തിരുന്നെങ്കിൽ വളരെ വ്യക്തമായിട്ട് ചെന്ന് നോക്കാമായിരുന്നു. ആ രജിസ്റ്റർ എടുത്ത് നോക്കിയാൽ മതി. ഇത് വിജയ മല്യ അന്ന് സ്വർണം പൂശിയിട്ടുണ്ടോ ഇല്ല എന്നുള്ള ആ രജിസ്റ്റർ നോക്കുമ്പോൾ തന്നെ അറിയാം. രജിസ്റ്ററുകളൊക്കെ പരിശോധിക്കാറുണ്ടായിരുന്നില്ലേ? അപ്പോൾ എവിടെയൊക്കെയാണ് പിഴവുകൾ, എവിടെയൊക്കെയാണ് ഈ പറഞ്ഞതുപോലെ രേഖപ്പെടുത്താതെ പോയിട്ടുള്ളത് എന്നുള്ള എന്തെങ്കിലും അങ്ങയുടെ ശ്രദ്ധയിൽ ആ കാലത്ത് പെട്ടിരുന്നോ?
അല്ല, പെട്ടിട്ടില്ലെന്ന് പറയാൻ ഇതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. ഞാൻ ആകപ്പാടെ 4 മാസത്തെ കാലയളവിലാണ് അവിടെ ജോലി നോക്കിയിട്ടുള്ളത്. 5/8/2019 പോയി 12/12/2019 ഞാൻ അവിടുന്ന് വരികയാണ്, തിരിച്ചു വരികയാണ്. അപ്പൊ അത്രയും കുറച്ച് കാല പരിധിക്കുള്ളിലാണ് ഞാൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റു വിവാദങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ പ്രത്യേകമായി ഒരു വെരിഫിക്കേഷന് പോകേണ്ട കാര്യമില്ല. ഒന്നത് പ്രത്യേകമായിട്ട് ഒരു വെരിഫിക്കേഷൻ, അതായത് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ, അത് പോകേണ്ട കാര്യം. രണ്ടാമത് ഈ 1252 ക്ഷേത്രങ്ങളിലും ഈ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അപ്പൊ ഈ ക്ഷേത്രങ്ങളിലെല്ലാം നമ്മൾ ഒരു 3 മാസമോ 4 മാസമോ കൂടുമ്പം വെരിഫിക്കേഷൻ നടത്തേണ്ടതാണ്, ഇല്ലെന്ന് പറയുന്നില്ല, ഒരു തിരുവാഭരണം കമ്മീഷൻ എന്നുള്ള നിലയ്ക്ക്. അപ്പൊ അതിനു മുമ്പായിട്ട് ഈ വെരിഫിക്കേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ അതാത് ക്ഷേത്രങ്ങളിലുള്ള ഈ രജിസ്റ്ററും പടിയുള്ള ഇപ്പൊ ഒരു രജിസ്റ്ററിനകത്ത് നമ്മൾ ഐറ്റം ബാറായിട്ട് നമ്മൾ എഴുതി വരുന്നുണ്ടല്ലോ, ഓരോ സാധനത്തിനും ഇത്ര വെയിറ്റ് എന്നുള്ളത് ഐറ്റം ബാറായിട്ട് നമ്മൾ എഴുതി വരുന്നുണ്ട്. ഈ സാധനത്തിൽ നിന്നും ചിലപ്പോൾ നമ്മൾ സ്വർണ്ണ കൊടിമരം ചെയ്യാൻ സ്വർണ്ണം എടുത്തു കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്ഷേത്രത്തിൽ പിത്തള പൊതിയാനായിട്ട് എടുത്തു കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രജിസ്റ്ററിനകത്ത് ആ നമ്പറിന് നേരെ വരുന്ന തൂക്കം, നമ്മൾ നേരത്തെ എൻട്രി ചെയ്തിട്ടുള്ള തൂക്കത്തിൽ അത് എത്രയാണോ കുറവ് ചെയ്തിട്ടുള്ളത്, എത്രയാണോ പുതിയതായിട്ട് വന്നിട്ടുള്ളത്, ഇതെല്ലാം എഴുതി ചേർക്കുകയും കുറവ് ചെയ്യുകയും വേണം. അതിനാണ് പ്ലസ് ആൻഡ് മൈനസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും, കൂടുതൽ കുറവ് സ്റ്റേറ്റ്മെന്റ്. ഈ കൂടുതൽ കുറവ് സ്റ്റേറ്റ്മെന്റ് ഒരു അമ്പലത്തിനെ സംബന്ധിച്ചിടത്തോളം ആ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അല്ലെങ്കിൽ ഒരു സബ് ഗ്രൂപ്പ് ഓഫീസർ ഇത് 3 മാസത്തിലൊരിക്കൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കി തിരുവാഭരണം കമ്മീഷണർക്ക് അയച്ചിരിക്കണം. ആ തിരുവാഭരണം കമ്മീഷണർ ആ സ്റ്റേറ്റ്മെന്റ് നോക്കിയാണ് വെരിഫിക്കേഷന് പോകുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അപ്പൊ അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആറന്മുളയാണ് ശബരിമലയുടെ സ്ട്രോങ് റൂം സൂക്ഷിച്ചിരിക്കുന്നത്. ആറന്മുളയിലാണ് ഈ തിരുവാഭരണം കമ്മീഷണർ ഓഫീസ്. അന്ന് അവിടുത്തെ അക്കൗണ്ടന്റുമായിട്ടുള്ള ഒരു ചാർജ് ഹാൻഡ് ഓവർ ചെയ്യുന്നത് സംബന്ധിച്ച് ഒരു കേസ് ഹൈക്കോടതിയിലുണ്ടായിരുന്നു. അപ്പൊ ആ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഒരു നിർദ്ദേശം തന്നു. ഈ സംഗതി മൊത്തം സ്ട്രോങ് റൂം മൊത്തം പരിശോധിച്ച് അതിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടൊരു അന്നത്തെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു. ആ ജഡ്ജ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ ഈ 4 മാസം ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഞാൻ 2.5 മാസത്തോളം എടുത്ത് ഈ സ്ട്രോങ് റൂമിലിരിക്കുന്ന ഓരോ ഐറ്റവും തൂക്കി നോക്കി അതിനെ നമ്പർ വെരിഫൈ ചെയ്ത് കംപ്ലീറ്റ് ആക്കി ഏകദേശം 300 പേജുള്ള റിപ്പോർട്ട് ഹൈക്കോടതിക്ക് ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 2.5 മാസത്തിൽ. അപ്പം ഇത് ഈ ജോലി അത് ഈ 2019 തന്നെ അതായത് അങ്ങനെയെങ്കിൽ RG രാധാകൃഷ്ണൻ, ഇപ്പോൾ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഇതിന്മേലൊരു വിരമിച്ച ജഡ്ജിയുടെ സാന്നിധ്യത്തിൽ ഒന്നുകൂടി പരിശോധിക്കണം സ്ട്രോങ് റൂം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഹൈക്കോടതി പറയുന്നത് ഈ 99 മുതൽക്കുള്ള രജിസ്ട്രിയിൽ കുഴപ്പമുണ്ടെന്നാണല്ലോ. അങ്ങ് ഇത്രയും കൃത്യമായി രേഖപ്പെടുത്തി വെച്ചത് അപ്പോൾ ഹൈക്കോടതി പരിശോധിച്ചില്ലേ? അല്ല, അത് ഹൈക്കോടതി പരിശോധിച്ചോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എന്റെ കൂടെ പറഞ്ഞത്, എനിക്ക് നിർദ്ദേശം കിട്ടിയതനുസരിച്ച് തിരുവാഭരണം കമ്മീഷണർ എന്നുള്ള നിലയ്ക്ക് ഈ പറഞ്ഞ പീരീഡിൽ 5/8/2019 12/12/2019 ഇടയ്ക്കുള്ള കാലയളവിൽ ഞാൻ അവിടെ ജോലി നോക്കിയിരുന്നപ്പോൾ ഞാൻ സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് വരെ ഉദ്യോഗസ്ഥന്മാരെ ഇട്ട് ആ സ്ട്രോങ് റൂമിൽ നിന്നും ആ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ടല്ലോ. ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. 300 ചില്ലുവാനും പേജുള്ള റിപ്പോർട്ട് ഓരോ ഐറ്റത്തിന്റെയും തൂക്കവും വെയിറ്റും എടുത്ത് അളന്ന് കുറിച്ച് കൃത്യമാക്കി നമ്മൾ അവിടെ ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ശരി. അപ്പോൾ അതേ പ്രൊസീജിയർ വീണ്ടും ചെയ്യാൻ കോടതി ആവശ്യപ്പെടുന്നു. അല്ല, അങ്ങയുടെ സംശയം ഇപ്പോൾ അന്ന് പത്മകുമാറാണ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. പത്മകുമാറിന്റെ കാലത്ത് ചില പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ നടപടിക്രമങ്ങളിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട് അല്ലേ? അതെ, പിഴവെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് ഈ ഉത്തരവ് 5/7/2019 ഒരു ബോർഡ് ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ആ ബോർഡ് ഉത്തരവ് എന്ന് പറയുന്നത് ഈ സാധനം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തകിട് തൂക്കി ഏൽപ്പിക്കാനും അത് തിരിച്ച് തിരുവാഭരണ കമ്മീഷണർ സാന്നിധ്യത്തിൽ സ്വർണം പൂശാനും തിരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കാനുമാണ് ആ ഓർഡറിനകത്ത് പറയുന്നത്. പക്ഷേ നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് ഒരു റൂൾ ഉണ്ടാക്കി അതിനെ സ്റ്റാറ്റ്യൂട്ട് ആക്കിയിട്ടുണ്ട്. അതാണ് മാനുവൽ എന്ന് പറയുന്നത്. ആ മാനുവലിനകത്ത് ഇപ്പം ആക്ട് ആയിരുന്നാലും മാനുവൽ ആയിരുന്നാലും എല്ലാം അതിനകത്ത് വിശദമായിട്ട് നോട്ടിഫൈ ചെയ്ത് സ്റ്റാറ്റ്യൂട്ട് ആക്കിയിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ സ്റ്റാറ്റ്യൂട്ട് ആക്കിയിട്ടുള്ള ഒരു ഉത്തരവ് ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ മാറ്റാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. അപ്പൊ എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കിയത് തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഈ ഓർഡർ അമെൻഡ് ചെയ്യണമായിരുന്നു. ഏത് പുറത്ത് കൊണ്ടുപോകാന്നുള്ള ഓർഡർ അതിനകത്ത് പറയുന്ന കേൾക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ ദ പെർമിസസ് ഓഫ് ടെമ്പിൾ മാത്രമേ ഈ റിപ്പയറും ബാക്കിയുള്ള പരിപാടികളും എല്ലാം ചെയ്യാവൂ.
അതിന് പുറത്ത് കൊണ്ടുപോകാൻ പാടില്ലെന്നുള്ളതാണ് ഈ റൂളിൽ പറയുന്നത്. അത് മാനുവൽ 1 റൂള് ചാപ്റ്റർ 11 വ്യക്തമായിട്ട് 31 മുതൽ 41 വരെയുള്ള പാരഗ്രാഫുകളിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശരി. അപ്പൊ ആ സ്റ്റാറ്റ്യൂട്ട് ഉള്ളപ്പോ, ആ റൂള് സ്റ്റാറ്റ്യൂട്ട് ചെയ്തപ്പോ ഇതെങ്ങനെ ഇറക്കും എന്നുള്ളതാണ് എന്റെ ചോദ്യം. ശരി, അതൊരു ചോദ്യമാണ്. അടുത്തതായി അങ്ങേക്ക് അതാണ് അവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. ശരി, അങ്ങേക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാമോ? എനിക്ക് ചെന്നൈ ചെന്നപ്പോൾ ഉള്ള ആ കൂടിക്കാഴ്ചയിലുള്ള പരിചയം മാത്രമേ ഉള്ളൂ. അല്ലാതെ പുള്ളി അവിടെ വരികയോ മറ്റു കാര്യങ്ങൾ സംസാരിക്കുകയോ നേരിട്ട് ഫോണിൽ കോണ്ടാക്ട് ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം അറിയുന്നത് ഇതിന് തൊട്ട് മുമ്പല്ലേ പറയുന്നത്. അപ്പോഴാണ് നമ്മൾ അവിടെ പോകുന്നത്. ഈ പീഠം എത്തിച്ചതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്ന തീയതി, ഈ സഹായിയായ വാസുദേവൻ പറയുന്ന തീയതി, ഇതൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ കളവ് പറയുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നാണ് ഇപ്പോൾ വാസുദേവനും പറയുന്നത്. ദേവസ്വം ബോർഡ് പറയുന്നു അങ്ങനെ ഒരു പീഠം തിരിച്ചെത്തിയിട്ടില്ല എന്ന്. ഈ കാര്യങ്ങളിൽ അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? അതായത് ഈ പീഠത്തിനെ സംബന്ധിച്ച് ഇത് അഡീഷണൽ ആയിട്ട് പുള്ളി കൊടുത്ത ഒരു പീഠമെന്നാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. എല്ലാ ചാനലുകളിലൊക്കെ വന്നതാണ്. അപ്പൊ ഈ പീഠത്തിനെ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ഞാൻ അറിയുന്നത് ഈ പത്രമാധ്യമങ്ങളിലും ചാനലുകളിലും വന്നിട്ടുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് എനിക്കിത് മനസ്സിലാകാൻ സാധിച്ചില്ല ഇങ്ങനെ ഒരു സാധനം കൊണ്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ ഈ പീഠം അയാൾ പൈസ മുടക്കി അയാൾ സ്വർണത്തിൽ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാൻ വന്നതാണ്. ഫിറ്റ് ചെയ്യാൻ വന്നപ്പോ അത് ചേർച്ചയില്ലാതെ വന്നപ്പോൾ ഈ സാധനം തിരിച്ചു കൊണ്ടുപോയെന്നാണ് പറയുന്നത്. ഈ പീഠം തിരിച്ചു കൊണ്ടുപോയെന്ന് പറയുന്നുണ്ടല്ലോ, എല്ലാ ന്യൂസിലും അത് പറയുന്നുണ്ട്. ഈ സാധനം അങ്ങനെയുള്ള അറിവാണ് ഞാൻ ഈ പറയുന്നത്. അത് തിരിച്ചു കൊണ്ടുപോയെന്ന് പറയുന്ന സാഹചര്യത്തിൽ ആ പീഠത്തിനെ സംബന്ധിച്ചൊരു വിവാദം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? കാരണം ഈ പീഠം ദേവസ്വം ബോർഡിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ രജിസ്റ്ററിൽ എൻട്രി ചെയ്ത് സാക്ഷ്യപ്പെടുത്തിയാൽ മാത്രമേ ഒരു ക്ഷേത്രത്തിലെ സംബന്ധിച്ചിടത്തോളം ആ ക്ഷേത്രവക വസ്തു ആവുള്ളൂ, ആ ക്ഷേത്രവക സ്വത്താവുള്ളൂ. അത് ചെയ്യാത്തിടത്തോളം കാലം അയാൾ കൊണ്ടുവന്ന് നോക്കിയിട്ട് ഇപ്പൊ ഒരു തേർഡ് പാർട്ടി ആരും ആയിക്കോട്ടെ, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നല്ല ആരും ആയിക്കോട്ടെ, ഒരു സാധനം ചെയ്തുകൊണ്ടിരാന്ന് പറഞ്ഞ് ചെയ്തുകൊണ്ടൊന്ന് ഫിക്സ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. അയാൾ അത് തിരിച്ചു കൊണ്ടുപോയി. അതിനെന്തിനാ ഇത്ര വിവാദം ഉണ്ടാക്കേണ്ടത്? ക്ഷേത്രവക സ്വത്തായി മാറിയിട്ടില്ല, വിവാദമായിട്ട് കിടക്കുക. ക്ഷേത്രത്തിന്റെ വകയായത് മാറിയിട്ടില്ല, പാകമാകാത്തതുകൊണ്ട് അതെങ്ങനെ അത് അയാൾ കൊണ്ടുപോയെന്നാണല്ലോ വാർത്തയിൽ വന്ന ഇതനുസരിച്ചാണ് ഞാൻ പറയുന്നത്. എനിക്ക് റെക്കോർഡിക്കലിയോ ഒഫീഷ്യലിയോ എനിക്ക് ഇതിന്റെ രേഖകളോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അയാൾ കൊണ്ടുവന്നപ്പോൾ ഇത് ജോയിൻ ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് അത് സൂട്ടാവുന്നില്ല, അങ്ങനെ തിരിച്ചു കൊണ്ടുപോയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് വിവാദമാകുന്നത് എന്തിനാന്ന് വെച്ചാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ പറയാണ് പീഠം കാണാനില്ല എന്ന്, കൊടുത്തയാൾ പറയുന്നു കാണാനില്ല എന്ന്. അപ്പോൾ ആരെയാണ് പ്രതിക്കുട്ടിലാക്കുന്നത്? അല്ല, അയാൾ പറയുന്ന ഒരു വാചകം ഇടയ്ക്ക് ഞാൻ കേട്ടു, ഇയാൾ ഇത് കൊണ്ടുവന്ന് ദേവസ്വം ബോർഡിൽ കൊടുത്തു എന്ന്. ദേവസ്വം ബോർഡിൽ കൊടുത്തു എന്നാണ് പറയുന്നത്. ദേവസ്വം ബോർഡിൽ കൊടുത്തെങ്കിൽ അത് രേഖയിൽ റെക്കോർഡിക്കലി രേഖപ്പെടുത്തണ്ടേ, രജിസ്റ്ററിൽ എഴുതണ്ടേ? അത് എന്തുകൊണ്ട് ചെയ്തിട്ടില്ല? അതാണ് ഞാൻ പറഞ്ഞത്. ആ രജിസ്റ്റർ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കി കഴിഞ്ഞാൽ ഇയാൾ കൊണ്ടുവന്ന ഈ പീഠം വരെ അതിനകത്ത് എൻട്രി ചെയ്തിട്ടുണ്ടോ എന്നുള്ള അറിയണം. ചെയ്തിട്ടില്ലെങ്കിൽ ഗുരുതരമായ വീഴ്ചയാണത്. ശരി, വീഴ്ചയാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ഈ പറഞ്ഞ അയാൾ ആ രജിസ്റ്ററിനകത്ത് എൻട്രി ചെയ്തിട്ടില്ലെങ്കിൽ അത് വീഴ്ചയാണ്. ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദേവസ്വം ബോർഡിന്റെ സ്വത്തുമാണ്. ശരി, അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ, അങ്ങേക്ക് ഇതിൽ എന്താണ് പറയാനുള്ള? പീഠത്തിൽ നിന്നും തുടങ്ങാൻ തോന്നുന്നു. പീഠം ഇപ്പോൾ ദേവസ്വത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ശബരിമലയുടെ ഭാഗമാക്കി ആ രജിസ്റ്ററിൽ രേഖപ്പെടുത്തി കഴിഞ്ഞ പീഠമാണോ? അവിടെ പാകമല്ലാത്ത പീഠം തിരികെ കൊണ്ടുപോയി എന്നാണല്ലോ പറഞ്ഞത്. അതിനുശേഷം സഹോദരിയുടെ വീട്ടിൽ ഏൽപ്പിക്കുന്നു, എന്നിട്ട് കാണാനില്ല എന്ന് പറയുന്നു. എന്നിട്ട് സഹായി വാസുദേവൻ പറയുന്നു ആ പറഞ്ഞ തീയതികൾ തമ്മിൽ വ്യത്യാസമുണ്ടെന്ന്. ഇത് അയ്യപ്പ സംഗമത്തെ തകർക്കാൻ വേണ്ടി ഒരു ഗൂഢാലോചനയാണ് എന്നുള്ള ആരോപണമാണല്ലോ CPM ഉന്നയിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങൾ വേറെയും ചിലതൊക്കെയാണ്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ, ഇപ്പോൾ ശ്രീ രാധാകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾക്ക് കൂടി അങ്ങയുടെ മറുപടി വേണം. ആദ്യം ഈ പീഠത്തിൽ നിന്ന് തുടങ്ങാം. ഇതിപ്പോ തീരും. അല്ല, പീഠത്തിന്റെ കാര്യത്തിൽ നിന്ന് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ദേവസ്വം ബോർഡിൻ്റെ ആഭിമുഖ്യത്തിൽ പമ്പയിൽ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ BJPയുടെയും സംഘപരിവാരത്തിൻ്റെയും നേതാക്കന്മാരും ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരും പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവടക്കമുള്ള ആളുകൾ യാതൊരുവിധ വസ്തുതകൾക്കും നിരക്കാത്ത നിലയിലുള്ള ആക്ഷേപം ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ഭക്തരുടെ മനസ്സിലേക്ക്, കേരളത്തിലെ പൊതുജനങ്ങളുടെ മനസ്സിലേക്ക് തെറ്റിദ്ധാരണ വരുത്തുന്ന നിലയിൽ നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ ഇതിനോടകം തന്നെ
ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് മുന്നോടിയായി നടത്തിയിട്ടുണ്ട്. അവരുടെ മനസ്സിലേക്ക് തെറ്റായ ധാരണകൾ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ആശങ്കകൾ പരത്തുന്ന തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ബോധപൂർവം ശ്രമം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ നടത്തിയിട്ടുള്ള ആദ്യ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ അനുവദിക്കുകയില്ല എന്ന നിലയിലായിരുന്നു. അത് പെട്ടെന്ന് ജനരോഷം തങ്ങൾക്കെതിരാകും, വിശ്വാസികളുടെ എതിർപ്പ് തങ്ങളുടെ മേൽക്കലേക്ക് വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിന്നീട് അതിൽ നിന്നും മലക്കം മറിയുന്ന യൂട്ടേൺ അടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അഭിപ്രായത്തെ ചെറിയ മാറ്റം വരുത്തി. ആ മാറ്റം വരുത്തൽ എന്ന് പറയുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി ബഹുമാന്യനായ ശ്രീ MK സ്റ്റാലിനെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അനുവദിക്കുകയില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു. പിന്നീട് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ കോർട്ടിലേക്ക് പന്ത് പോവുകയും ഐക്യജനാധിപത്യ മുന്നണി ആഗോള അയ്യപ്പ സംഗമത്തിൽ പമ്പയിൽ സംഘടിപ്പിക്കുന്ന ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്നതിനെ സംബന്ധിച്ചുള്ള തീരുമാനം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അവരൊരു ദിവസം മുഴുവനും എടുത്തു. ഞാൻ മനസ്സിലാക്കുന്നത്, അനൗദ്യോഗികമായി വന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഐക്യജനാധിപത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷികൾ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കണം എന്ന നിലപാടാണ് എടുത്തത്. അപ്പോഴേക്കും ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് 3-4 ചോദ്യം ഉന്നയിക്കാനാണ് സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും 3-4 ചോദ്യം ഉന്നയിക്കാനാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് തയ്യാറായിട്ടുള്ളത്. അതിൽ ഞങ്ങൾ ആഗോള അയ്യപ്പ സംഗമത്തിൽ അന്ന് പങ്കെടുക്കുമോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് തീർപ്പ് പറയാൻ ഇവർക്കായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. പിന്നീട് പമ്പയിൽ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങളാണ് യഥാർത്ഥ വിശ്വാസികളുടെ സംഗമം സംഘടിപ്പിക്കുന്നത് എന്ന് സുരേഷ് കുമാർ രാഷ്ട്രീയമായി ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് എന്ന പേരിൽ യോജിപ്പില്ല എന്ന് പറയുന്നതും ഒരു കോടതി സ്വമേധയാ എടുത്ത കേസ്, ആ കേസിൽ കോടതി നടത്തുന്ന പരിശോധനകൾ, അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ, അതിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഈ അയ്യപ്പ സംഗമത്തിന്റെ ശോഭ കെടുത്താൻ എന്ന് പറയുന്നവരെ അവിടെ നിർത്താം. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണെന്നേ. അതിലൊരു ബദൽ സംഗമം ഉണ്ടായി, ഞങ്ങൾ അതിൽ ബഹിഷ്കരിക്കാനുമില്ല പങ്കെടുക്കാനുമില്ല എന്ന് പ്രതിപക്ഷം പറയുന്നു. കോടതിയിൽ നിന്ന് വിമർശനം വരുന്ന പശ്ചാത്തലത്തിൽ അവിടെ മോഷണം നടത്തിയെന്ന രൂപത്തിലുള്ള പ്രതികരണം പ്രതിപക്ഷ നേതാവ് നടത്തുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. യഥാർത്ഥത്തിൽ ഇവിടെ പ്രതിക്കൂട്ടിൽ ആരാണ് എന്നുള്ള ചോദ്യമാണ്. ഇവിടെ ദേവസ്വം ബോർഡിനെയും സംശയത്തിന്റെ നിഴലിൽ കോടതി നിർത്തുന്നുണ്ട്. അങ്ങ് ഒന്നുകിൽ ഈ പീഠത്തിൽ നിന്ന് തുടങ്ങുക, അതല്ലെങ്കിൽ ശ്രീ രാധാകൃഷ്ണൻ പറഞ്ഞ ആരോപണങ്ങളിൽ ഒരു മറുപടിയും അങ്ങിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. അല്ല, അദ്ദേഹം സർക്കാരിനെതിരെയോ ദേവസ്വം ബോർഡിനെതിരെയോ ശ്രീ രാധാകൃഷ്ണൻ ആരോപണം, കാഠിന്യമേറിയ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഇത്രയും സമയത്തെ ചർച്ചയിൽ അദ്ദേഹം നടത്തിയ സംഭാഷണത്തിൽ നിന്നും അത്തരത്തിലേതെങ്കിലും രൂപത്തിലുള്ള അഭിപ്രായ പ്രകടനം അദ്ദേഹം നടത്തിയതായി എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ചില കാര്യങ്ങളിൽ ആശങ്കപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ നാളിതുവരെ അറിഞ്ഞ, അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ, ചില ആളുകളുടെ സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്ന് വന്ന വാർത്തകൾക്ക് നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു അഭിപ്രായ പ്രകടനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അദ്ദേഹം ഈ സ്വർണം പൂശുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അന്നത്തെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പദവിയിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുകയുണ്ടായി. അവിടെ അദ്ദേഹം സ്പെസിഫൈ ചെയ്ത് പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ കോടതി തന്നെ ഒരു ആശങ്കപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ചെമ്പ് പാളി ഇളക്കിക്കൊണ്ടുപോയ സന്ദർഭത്തിൽ ഉദ്യോഗസ്ഥരുടെ നിലവിലെ നിയമാവലി അനുസരിച്ച് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഇല്ലാതിരുന്നു എന്നതാണ് ഇവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. ആ വിഷയത്തെ സംബന്ധിച്ച് കൂടെ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് കൃത്യമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ച് പല ആംഗിളുകളിൽ നിന്നുള്ള അഭിപ്രായ പ്രകടനങ്ങൾ വന്നു കഴിഞ്ഞു. വീഴ്ച പറ്റി എന്ന് കോടതി പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ സ്വർണത്തിന്റെ കണക്കെടുക്കുമ്പോൾ ആ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ അവിടുത്തെ ജീവനക്കാരെ അറിയിക്കുക പോലും ചെയ്യുന്ന കോടതി പറയുകയാണ്. അപ്പോൾ അവിടെ അവിശ്വാസം രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒരു പ്രശ്നം അവിടെയുണ്ട്. ഇനി ഇപ്പോൾ ശ്രീ രാധാകൃഷ്ണൻ ഏത് സമയത്താണ് അവിടെ ജോയിൻ ചെയ്തത്, എത്ര കാലം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം വിശദീകരിച്ചല്ലോ. അതിൽ മാനുവൽ പ്രകാരമല്ലാതെ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രവർത്തിച്ചോ? ശ്രീ പത്മകുമാർ ആയിരുന്നല്ലോ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അത് മാനുവലിന് വിരുദ്ധമായിട്ട് നിലപാടെടുത്തോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് സ്വർണത്തിൻ്റെ കണക്കെടുപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഉദ്ഘാടനത്തിന് തൊട്ട് മുൻപായിട്ടുള്ള ഇത്തരത്തിലുള്ള ചർച്ചകളിലെല്ലാം കേരളമാകെ പടർന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വസ്തുതയ്ക്ക് നിരക്കാത്തൊരു കാര്യമാണ്. അവിടെ സ്വർണം 4 കിലോയിലധികം വരുന്ന സ്വർണം ശബരിമലയിൽ നിന്നും
വളരെ ആസൂത്രിതമായി മോഷ്ടിക്കപ്പെട്ടു എന്ന് പോലും വളരെ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന്, അതാണ് നമ്മെ ഞെട്ടിപ്പിക്കുന്നത്. വളരെ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് പോലും വലിയ ആരോപണമുണ്ടായി. എന്താണ് വസ്തുത? ചെമ്പ് പാളി ഇളക്കിക്കൊണ്ടുപോയി. അതിന് ആനുപാതികമായി തൂക്കം നോക്കിയപ്പോൾ കോടതിയാണ് ചോദിച്ചത് ഈ 4.5 കിലോ അലിഞ്ഞു പോയതാണോ എന്ന്, സ്വർണ്ണം അലിഞ്ഞു പോകുമോ എന്ന്. അല്ല, 4.5 കിലോ എന്ന് പറയുന്നത് സ്വർണ്ണമാണോ കോടതി ഉദ്ദേശിച്ചത്? കോടതി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? കോടതി അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അല്ല, സ്പെസിഫൈ ചെയ്ത് സ്വർണ്ണമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? 4.5 കിലോ കോടതി പറഞ്ഞു. സ്വർണം അലിഞ്ഞു പോകുമോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, അതിൽ ചേർത്തിരിക്കുന്ന ആ ചെമ്പിൽ ചേർത്തിരിക്കുന്ന ആനുപാതികമായി ചേർത്തിരിക്കുന്ന സ്വർണത്തിൽ കുറവ് വന്നിട്ടുണ്ടാകാം. അങ്ങനെയല്ലേ നമ്മൾ അനുമാനിക്കേണ്ടത്? മാധ്യമത്തിലെ പറയാൻ കഴിയുന്ന ആളുകൾ, ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ചെമ്പിൽ ചേർത്തിരിക്കുന്ന ആനുപാതിക സ്വർണം ഉൾപ്പെടെ എന്ന് ചിലപ്പോൾ കോടതി പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? വസ്തുത. നിങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിൽ മനസ്സിലാക്കൽ എങ്ങനെ സാധ്യമാകും? കോടതി സംശയമാണ് പ്രകടിപ്പിക്കുന്നത്. സ്വർണം എവിടെ പോയി എന്നാണ് കോടതി ചോദിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഈ സ്വർണത്തിന്റെ കണക്കെടുപ്പ് നടത്തണമെന്ന് കോടതി പറയുന്നത്. അതിൽ ജീവനക്കാരുടെ സാന്നിധ്യം വേണ്ട എന്ന് പറയുന്നത്, അതിലൊരു വിരമിച്ച ജഡ്ജി മതി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അവിശ്വാസം രേഖപ്പെടുത്തലാണ് അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ. ഞാൻ ഈ കാര്യം ഒരിക്കലും സംസ്ഥാന ഗവൺമെന്റിനോ ദേവസ്വം ബോർഡിനോ അനുകൂലമാക്കി മാറ്റി തീർക്കാൻ വേണ്ടി ഇരിക്കുന്നയാളാണ് അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത്തരത്തിലൊരു പാതകവും ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡും സംസ്ഥാന ഗവൺമെന്റിന്റെ ഏതെങ്കിലും രൂപത്തിലുള്ള പ്രതിനിധികളോ ഇങ്ങനെയുള്ളൊരു കാര്യത്തിന് കൂട്ടുനിൽക്കുകയോ അത് കണ്ടാൽ കണ്ടില്ല എന്ന് നടിക്കുകയോ ചെയ്യുന്നവരല്ല എന്ന് ഉത്തമമായ ബോധ്യവും വിശ്വാസവുമുള്ള ആളാണ് ഞാൻ. എടുത്തിട്ടില്ല, പരിശോധിച്ചിട്ടില്ല, പരിശോധിക്കാതെ അവിടെ അത് ഘടിപ്പിക്കുകയായിരുന്നു എന്നല്ലേ പറയുന്നത്? അത് വീഴ്ചയല്ലേ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? മാത്രമല്ല ഇത് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അധികാരമില്ല. മാനുവൽ ചട്ടം ഒക്കെയാണ് അദ്ദേഹം ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചത്. തീർച്ചയായും ആ കാര്യത്തിൽ ആ ഒരു പോയിന്റിൽ കൃത്യമായൊരു അന്വേഷണവും അവിടെ ആർക്കെങ്കിലും പാകപ്പിഴ സംഭവിച്ചു പോയിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടുന്ന ഒരു കാര്യമാണ്. അതായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കിയത് പരിശോധിക്കേണ്ടതാണ് എന്നാണ് അങ്ങ് പറയുന്നത് അല്ലേ? ഞാൻ ഏതെങ്കിലും ഒരു കാര്യത്തെ സംബന്ധിച്ച് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞതല്ല. ഇത് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രൂപത്തിലുള്ള നിലവിലുള്ള നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിനാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഇന്ന് കൃത്യമായി അതൊരു രഹസ്യാത്മക അന്വേഷണം തന്നെ നടത്തണം എന്നാണ് ഉത്തരവിട്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇതിൽ മുഴുവൻ ചോദിക്കുന്നത് ദേവസ്വം ബോർഡിന്റെയും ദേവസ്വം വകുപ്പിന്റെയും ഉത്തരവാദിത്തമാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങയോട്. ഇതിൽ ഉത്തരവാദിത്തമുണ്ടല്ലോ, പരിശോധിക്കുമെന്ന് കോടതി പറയുന്നു, പരിശോധിക്കേണ്ടി വരുമല്ലോ. അതാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. വിജിലൻസ് ഒരു വശത്ത് അന്വേഷിക്കുന്നു, അവിടുത്തെ റിട്ടയർഡ് ജഡ്ജിയുടെ സാന്നിധ്യത്തിൽ കണക്കെടുപ്പ് നടത്താൻ പോകുന്നു. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ആർ ജി രാധാകൃഷ്ണൻ, അങ്ങ് ചർച്ചയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് അങ്ങയുടെ സംശയം എന്താണ്? അങ്ങ് ആരെയാണ് സംശയിക്കുന്നത്? അല്ല, എനിക്ക് പ്രത്യേകിച്ച് സംശയം ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം 2021 ഞാൻ റിട്ടയർഡായി സർവീസ് ചെയ്യുന്നു പോയി. അപ്പോൾ അതായത് ഈ നിമിഷം വരെ, ഇപ്പോൾ ഈ വിവാദം ഉണ്ടാകുന്നവരെ ഇതിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ആരെയും സംശയിക്കേണ്ട കാര്യമില്ല. അങ്ങയുടെ കാലത്ത് ദേവസ്വം മന്ത്രി ആരായിരുന്നു? നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങയുടെ കാലത്ത് ദേവസ്വം മന്ത്രി ആരായിരുന്നു? എന്റെ കാലത്ത് മന്ത്രിയെ ഞാൻ ഓർക്കുന്നില്ല. ജി സുധാകരനാണോ അതോ കടന്നപ്പള്ളിയാണോ? കറക്റ്റായിട്ട് കടന്നപ്പള്ളിയാണോ അതോ ജി സുധാകരനാണോ? കറക്റ്റായിട്ട് അറിയില്ല. കാരണം ജി സുധാകരന്റെ പ്രതികരണം ഇന്ന് വരികയാണ്. അറിയില്ല ആ പീരീഡ് കറക്റ്റായിട്ട്. ശ്രീ രാധാകൃഷ്ണൻ, ദേവസ്വം മന്ത്രിയായിരുന്ന ജി സുധാകരൻ പറയുകയാണ് തന്റെ കാലത്ത് ഒരു സ്വർണ്ണപ്പാളിയും എവിടേക്കും ആരും കൊണ്ടുപോയിട്ടില്ല, അതിനുശേഷം ആ വകുപ്പ് കടന്നപ്പള്ളിക്ക് കൊടുക്കുകയായിരുന്നു എന്ന്. എന്റെ കാലത്ത് ഒരു അഴിമതി നടന്നിട്ടില്ല എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ കടന്നപ്പള്ളിയുടെ കാലത്താണോ കൊണ്ടുപോയത്? അങ്ങയുടെ കാലത്ത് ദേവസ്വം മന്ത്രി ഓർമ്മയില്ല?
ഇല്ല, ഓർമ്മയില്ല. അങ്ങനെ ഒരു വിവാദങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സ്വർണ്ണപ്പാളി പോലെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും സ്വർണം കൊണ്ടുപോയതായിട്ടോ നീക്കം ചെയ്തതായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു വിവാദമോ ഉണ്ടായിട്ടില്ല എന്റെ അറിവില്. അത് ഏത് മന്ത്രിയായിരുന്നാലും ശരി. ശരി, വളരെ നന്ദി, വളരെ നന്ദി. അങ്ങനെ ഒരു വിവാദം ഉള്ളതായിട്ട് എനിക്കറിയില്ല. ശരി, അല്ല ആ സമയത്തെ മന്ത്രിയായിരുന്ന ആൾ പ്രതികരിക്കുന്ന ഘട്ടത്തിൽ അത് അദ്ദേഹത്തിന്റെ കാലത്താണോ അതോ കടന്നപ്പള്ളിയുടെ കാലത്താണോ, എന്റെ കാലത്ത് അങ്ങനെ ഒരു വിവാദം ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയായിരുന്നു. വളരെ നന്ദി RG രാധാകൃഷ്ണൻ ചർച്ചയിൽ പങ്കെടുത്തു. ഞാൻ BJP പ്രതിനിധിയിലേക്ക് പോകുന്നു. ശ്രീ TP ജയേന്ദ്രൻ, ഇപ്പോൾ ഈ പീഠം കാണാതായി എന്ന് പറയുന്നതിന് മുൻപ് തന്നെ 3 ദിവസം മുൻപ് തന്നെ ഈ പീഠം ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിച്ചിരുന്നു എന്നാണ് സഹായ് വാസുദേവൻ പറയുന്നത്. 13-ാം തീയതി ഏൽപ്പിച്ചതാണ്, എന്നിട്ട് 16-ാം തീയതി പറയുന്നു പീഠം കാണാനില്ല എന്ന്. അപ്പോൾ അതിലൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന വാദമാണിപ്പോൾ CPM ഉന്നയിക്കുന്നത്. ഇതിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? കാരണം രാഷ്ട്രീയ ഗൂഢാലോചന BJPയെയും സംശയിക്കുന്നുണ്ട്, അതോടൊപ്പം കോൺഗ്രസിനെയും സംശയത്തിൽ നിന്ന് ഇല്ലാക്കുന്നുണ്ട്. സ്മൃതി, എല്ലാം ശരിയാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ കയറിയതെന്നുള്ളൊരു അവകാശവാദം. പക്ഷേ ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയും കേരളത്തിലെ മാധ്യമങ്ങളും ഒന്നായി പറയുന്നത് കേൾക്കുമ്പോൾ കക്കാനും മുക്കാനും വെട്ടിത്തിന്നാനും അഴിമതി നടത്താനും അത്തരത്തിലുള്ള ഒരു ബോർഡാണോ കേരളത്തിലെ ദേവസ്വം ബോർഡുകൾ എന്ന സംശയം ബലപ്പെടുകയാണ്. കാട്ടിലെ മരം തേവരുടെ ആന വലിയടാ വലി എന്ന് പറയുന്നത് പോതിരിയിൽ അധികാരത്തിലേറാൻ അവസരം കിട്ടിയപ്പോൾ ദേവസ്വം ബോർഡും അംഗങ്ങളുമൊക്കെ ഈ ഖജനാവിൽ കൈയിട്ട് വാരുകയായിരുന്നുവോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതി നമ്മുടെ മുമ്പാകെ വെച്ചിരിക്കുന്നത്. സ്മൃതി, ഇന്ന് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. നോക്കൂ, 1998 സെപ്റ്റംബർ മാസം 4-ാം തീയതി സ്വർണത്തിൽ പൊതിഞ്ഞു എന്ന്, സ്വർണത്തിൽ പൂശി എന്നല്ല വിജയ് മല്യ പത്രസമ്മേളനം വിളിച്ച് നടത്തിയത്. സാധാരണ ഭക്തന്മാർ കാണിക്ക അർപ്പിക്കുമ്പോൾ അത് രഹസ്യമാക്കി വെക്കുകയാണ് പതിവെങ്കിൽ വിജയ് മല്യ പത്രസമ്മേളനം വിളിച്ച് പരസ്യമായിട്ട് പറഞ്ഞു, അതിൻ്റെ തൂക്കം പറഞ്ഞു. ഇലക്ട്രോപ്ലേറ്റിംഗ് അല്ല, പാളികളാണ്, അത് പൂശിയതല്ല, പൊതിഞ്ഞതാണ്. ഈ കാര്യങ്ങളൊന്നും അന്നത്തെ ദേവസ്വം മന്ത്രി അറിയില്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയാതെ പോകാൻ തരമുണ്ടോ? അതുണ്ടെങ്കിൽ അദ്ദേഹം തിരുത്തേണ്ടതല്ലേ? 2019 ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ച മാതിരി ഏതോ ഒരു പോറ്റി, ഞാൻ അങ്ങനെ പറയും കാരണം ഇത് ദേവസ്വം മന്ത്രിയുടെ, ഇന്നത്തെ ദേവസ്വം മന്ത്രിയുടെ വാക്കുകളാണ്, ഏതോ ഒരു പോറ്റി അപേക്ഷ കൊടുക്കുന്നു, ഞാൻ ഈ വിലക്കൂടിയ ഇതൊക്കെ ഒന്ന് മാറ്റിത്തരാം. അപ്പോൾ ഗൂഢാലോചന ഉണ്ടെന്ന് സംശയിക്കാൻ സ്മൃതി. കാരണം അത് പരിശോധിച്ച ദേവസ്വം ബോർഡും ഉദ്യോഗസ്ഥന്മാരും ദേവസ്വം കമ്മീഷണറും വിജിലൻസും ഇവൻ ആരാണ് എന്ന് അന്വേഷിക്കാതിരിക്കാൻ തരമുണ്ടാകുമോ? ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കെൽപ്പുള്ളവനാണ് എന്നും ഇവന്റെ ഹിസ്റ്ററിയും അയാളുടെ വേറെ ബോർഡ്സും അന്നത്തെ മന്ത്രി പുങ്കവന്മാരും ഭരണകൂടവും അറിയാതിരിക്കാൻ തരമുണ്ടോ? അദ്ദേഹം സ്പോൺസർമാരുടെ മുഴുവൻ ജാതകവും ഈ പറയുന്ന ദേവസ്വത്തിന്റെ കയ്യിൽ ഉണ്ടാവില്ലല്ലോ. സ്പോൺസർമാരായി പലരും കടന്നു വരാറുണ്ട്, അങ്ങനെ പലരും അങ്ങനെ ക്ഷേത്രത്തിന് സ്വർണം നൽകാറുണ്ട്. അങ്ങനെ ഈ വിജയ് മല്യയുടെ കൂട്ടത്തിൽ തന്നെ കൊടുത്ത ഒരാളാണ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി. അങ്ങനെ കൊടുത്ത ആൾ തന്നെയാണ് ഞാൻ ശരിയാക്കി തരാമെന്ന് പറയുന്നത്. അപ്പോൾ സംശയിക്കുമോ സാധാരണഗതിയിൽ? പൊതുജനങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ചോദിച്ച ഗൂഢാലോചനയുണ്ടോ എന്ന സംശയത്തിന്റെ വാക്കുകളാണ് സ്മൃതി ഞാൻ പറയുന്നത്. ശരി, അദ്ദേഹത്തിന്റെ ജാതകം പരിശോധിക്കേണ്ട, അത് ഒരു അപേക്ഷ കൊടുക്കുന്നു. പക്ഷെ നിലവിൽ ദേവസ്വം ബോർഡിന്റെ നടപടിക്രമങ്ങൾ ഒന്നുമില്ലാത്ത ചട്ടങ്ങളെല്ലാം മാറ്റിയിട്ട് അവിടെ ഒരു ഉത്തരവിറങ്ങുന്നു. അവിടെ ഉള്ളത് ചെമ്പുപാളിയാണ്. അപ്പൊ വിജയ് മല്യ പറഞ്ഞത് ശരിയാണോ? ഈ പോറ്റി കൊടുത്തു എന്ന് നിങ്ങൾ പറയുന്ന കൂടെയുള്ള പോറ്റി തന്നെ അന്ന് വിജയ് മല്യ സമ്മേളനത്തിൽ തീർത്തിട്ടില്ലല്ലോ. ഇനി ഇതിനകത്തുള്ള ഗൂഢാലോചന സംശയം എന്താണ്? ഈ ഉത്തരവ് ഇട്ടപ്പോൾ ദേവസ്വം ബോർഡ് നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ ഉത്തരവിടുന്നു. നേരത്തെ ഉള്ള വിജിലൻസ് തന്നെ പറഞ്ഞ കാര്യം എന്താണ്? തിരുവാഭരണ കമ്മീഷണർ പറഞ്ഞ കാര്യം എന്താണ്? ചട്ടം കൃത്യമായിട്ട് പറയുന്നു, പ്രമിസസിൽ, ടെമ്പിൾ പ്രമിസസിൽ വെച്ച് പ്രവൃത്തി നടത്തണം. അതും വയലേറ്റ് ചെയ്യപ്പെടുന്നു. മാത്രമല്ല, ഇളക്കിയ ചെമ്പുപാളികൾ ദിവസങ്ങൾ കഴിഞ്ഞാണ് ചെന്നൈയിലെത്തുന്നത്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ആകെ മൊത്തം ഒരു ഡിസോർഡർ ഇല്ലേ സ്മൃതി? ഇങ്ങനെ ഊരും പേരും അറിയാത്ത ഒരാളൊരു വലിയ ആവശ്യം ഉന്നയിക്കുന്നു, അദ്ദേഹത്തിന് വേണ്ടി ചട്ടങ്ങൾ നിയമങ്ങൾ അകന്നു മാറുന്നു, അദ്ദേഹത്തിന് വേണ്ടി ടെമ്പിൾ പേഴ്സ് നടത്തേണ്ട ജോലികൾ അങ്ങ് എവിടെയോ വെച്ച് നടക്കുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യം, അല്ല
ഈ കണ്ടെടുത്ത പീഠം ഒറിജിനലാണോ അല്ല എന്നതിന്റെ തെളിവുകൾ ഇവിടെ നമ്മുടെ മുമ്പിലില്ലേ? കാരണം അത് സ്യൂട്ടാവാത്തത് കൊണ്ട്, യോജിക്കാത്തത് കൊണ്ട് അത് തിരിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഒറിജിനൽ പീഠം ഇപ്പോൾ എവിടെ പോയിരിക്കുന്നു? ഇത് AKG സെന്ററിലെ ക്യാപ്സ്യൂളുമായി വരുന്നവർക്ക് ഒരുപക്ഷെ മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഇവിടെ പറയുന്നത് നമ്മളിപ്പോൾ ഏതോ ഒരു അയ്യപ്പ സംഗമത്തിന്റെ ശോഭ കെടുത്താൻ വേണ്ടി BJP-ക്കാർ എന്തൊക്കെയോ ചെയ്തു എന്ന്. അതിനെന്ത് ശോഭയായിരുന്നു സ്മൃതി കെടുത്താനുണ്ടായിരുന്നത്? 623 പേര് പങ്കെടുത്ത ഒരു പരിപാടിക്ക് എന്ത് ശോഭയായിരുന്നു ഉണ്ടായിരുന്നത്? ഇവിടുത്തെ പ്രതിപക്ഷം പറഞ്ഞാൽ കേരളത്തിലെ ഭക്തജനങ്ങൾ അങ്ങനെ തള്ളിക്കളയുന്നവരാണോ? അതും വളരെ പ്രഗത്ഭന്മാരായ ആളുകളെ പിന്തുണ പറഞ്ഞിട്ട്. അതിന്റെ ശോഭയാണ് സാമുദായിക നേതാക്കളുടെ പിന്തുണ. സദസ്സിലിരിക്കുന്നവരുടെ ആളില്ല കസേരയല്ല, വേദിയിലെ ധാരാളിത്തമാണ്. സാമുദായിക നേതാക്കന്മാർ ആർക്കെങ്കിലും വോട്ട് ചെയ്യാൻ പറഞ്ഞതായിട്ട് എനിക്കറിയില്ല സ്മൃതി. നിങ്ങൾ ഇത്രയും കാലം ചെയ്ത് തെറ്റായി, അതുകൊണ്ട് നിങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവരെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്കറിയില്ല സ്മൃതി. ഇതിനുണ്ടെങ്കിൽ ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ 623 പേരുടെ പിന്തുണ മാത്രമേ ഈ സാമുദായിക നേതാക്കന്മാർക്ക് സംഘടിപ്പിച്ചു കൊടുക്കാൻ സാധിക്കുമായിരുന്നു എന്നും, ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ 3000 പേർക്കിട്ട പന്തലും 50,000 പേരുകളുടെ ഭക്ഷ്യ വേസ്റ്റും അങ്ങ് പമ്പയിലെ മാലിന്യ പ്ലാന്റിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ കണക്കുകൂട്ടൽ അതൊന്നും ആയിരുന്നില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ശോഭയൊന്നും ആരും കെടുത്തേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആ ശോഭ ഇതിവിടെ കെടുത്തിയിരിക്കുന്നു. ഒരു കാര്യം കൂടെ സ്മൃതി ഓർക്കണം. എന്താണ് ബഹുമാനപ്പെട്ട കോടതി ഈ കേസന്വേഷണം കേരള പോലീസിനെ ഏൽപ്പിക്കാഞ്ഞത്? മാത്രമല്ല, ഇത് KT ശങ്കരൻ, ആ പേരിന് പോലും സ്മൃതി പ്രാധാന്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ നിഷ്പക്ഷതയും നിശ്ചയദാർഢ്യവും ചങ്കൂറ്റവും നിയമത്തോടുള്ള പ്രതിബദ്ധതയും ഇവിടെ സ്മരണീയമാണ്. അദ്ദേഹത്തിന് ജുഡീഷ്യൽ കമ്മീഷൻ നിശ്ചയിച്ച് സംസ്ഥാന വിജിലൻസിനെയും സംസ്ഥാന പോലീസിനെയും ഒക്കെ അറിയിക്കാതെ നടത്തണം, രഹസ്യാത്മകമായി നടത്തണമെന്ന് പറഞ്ഞ സ്മൃതി ഇതിനടിയിലൂടെ വായിക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണോ? കക്കാനും മുക്കാനും തട്ടിപ്പിനും വെട്ടിപ്പിനും കേരളത്തിലെ പൊതുജനങ്ങൾ, ഭക്തജനങ്ങൾ കൊടുക്കുന്ന പണം സ്വന്തം പോക്കറ്റിലാക്കുന്നതിന് വേണ്ടിയുള്ള ചട്ടങ്ങൾ പോലും പാലിക്കപ്പെടാതെ പ്രവർത്തിക്കുന്ന ഒരു ബോഡിയാണോ ഇത്? ഇപ്പോഴുള്ള ദേവസ്വം മന്ത്രി മാത്രമല്ല, ദേവസ്വം ബോർഡിനെ പരിശോധിച്ച ഒരു കാര്യം കൂടെ നമുക്ക് വ്യക്തമാകും സ്മൃതി. പാർട്ടി മാറി വരുന്ന പുത്തൻകൂറ്റുകാർക്ക് വിലസാനുള്ള മേഖലകളാണ് പലപ്പോഴും ഇത്. നേരത്തെ നിങ്ങളൊരു മന്ത്രിയുടെ വാക്കുകൾ എഴുതി പറയിപ്പിച്ചു, ആരുടെ കാലത്ത് നമുക്കറിയില്ല. അത്തരത്തിലുള്ള നട്ടലിലുള്ള സസ്യദാർഢ്യമുണ്ടെന്ന് നമ്മൾ പലരും വിശ്വസിക്കുന്ന അഭിപ്രായ വ്യത്യാസം രാഷ്ട്രീയമായിട്ടുണ്ടാവാം. പക്ഷേ അത്തരം അന്നത്തെ ദേവസ്വം മന്ത്രി G. സുധാകരൻ മാത്രമല്ല, ഇപ്പോൾ അങ്ങ് ഈ പറയുന്ന പാർട്ടി മാറി വന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കാലത്തല്ല ഇതൊന്നും പോയിരിക്കുന്നത്, പത്മകുമാറിന്റെ കാലത്താണ്. അല്ല സ്മൃതി, ഞാനതാ പറയുന്നത്. G. സുധാകരൻ പറയുന്നു എൻ്റെ കാലത്തല്ല നടന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിന് കൂട്ടുനിൽക്കാത്തത് കൊണ്ട് മന്ത്രിയെ മാറ്റി വേറെ ആർക്കോ കൊടുത്തു എന്നൊരു ധ്വനി രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ചാനലുകാരുടെ അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് കിട്ടുമോ? അല്ല, അദ്ദേഹത്തിന്റെ അങ്ങനെ ഒരു ധ്വനി ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഈ വിവാദം ഉണ്ടായപ്പോ അദ്ദേഹം പറയുന്നത് എന്റെ കാലത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല, അവിടെ നിന്ന് സ്വർണ്ണപ്പാളി നന്നാക്കാൻ കൊണ്ടുപോയിട്ടുമില്ല, ഒരു വിവാദങ്ങളും ആ ഘട്ടത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. പിന്നെയുണ്ടായ അവിടുത്തെ അപകടത്തെക്കുറിച്ചാണ്, വെടിക്കെട്ട് അപകടത്തെക്കുറിച്ചാണ് പറഞ്ഞത്. സ്മൃതി ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്നത് ഇത് മാത്രം അന്വേഷിച്ച ഒരു കാര്യം സ്മൃതി, ജാതകം അന്വേഷിക്കുന്ന സ്മൃതി ചോദിച്ചപ്പോൾ ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞ എന്താ? ഇത് കേവലം ഒരു പോറ്റിയിൽ ഒതുങ്ങരുത് എന്ന് പറഞ്ഞാൽ പോറ്റി മുൻപിലുള്ള ഒരു 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 നിമിത്തം മാത്രമാണ്. ദേവസ്വം പോലുള്ള താപ്പാനകൾ ഇവരൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഈ ഉത്തരവുകൾ മാറിയിട്ടുണ്ടെങ്കിൽ, ഈ ചട്ടങ്ങളും നിയമങ്ങളും അങ്ങ് പിൻവാതിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കോടതി പറയുന്നു ഇവിടെ ഒതുങ്ങരുത്. മാത്രമല്ല, കോടതി ഒന്നുകൂടി ചോദിക്കുന്നു, സ്ട്രോങ് റൂമിലുള്ള ഈച്ച് ആൻഡ് എവരിത്തിങ് നമ്മളിപ്പോൾ കേൾക്കുന്നു, രജിസ്റ്ററുകൾ പോലും മാസങ്ങളായി വർഷങ്ങളായി എഴുതി സൂക്ഷിക്കാറില്ല എന്നൊരു പത്രവാർത്ത കൂടി ഉണ്ട്. ശരിയോ തെറ്റോ നമുക്കറിയില്ല. എന്തായാലും കോടതി പറഞ്ഞിരിക്കുന്നു ശക്തമായി അന്വേഷിക്കണം, ഇവരുടെ നടപടിക്രമങ്ങൾ ശരിയല്ല. ഇത് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ശോഭ കെടുത്താനല്ല, മറിച്ച് ആരൊക്കെയോ കൈയിട്ട് വാരാനും അവർക്ക് ചെയ്യാനും വേണ്ടിയുള്ള അന്വേഷണത്തിൽ KT ശങ്കരനെ പോലെയുള്ള ഒരു ജസ്റ്റിസിനെ ഭരണകൂടത്തെ അറിയിക്കാതെ, ദേവസ്വം ബോർഡിനെ അറിയിക്കാതെ രഹസ്യാത്മകമായി നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരമോന്നത നീതിപീഠത്തിന് പോലും ബോധ്യപ്പെട്ടോ ഇത് പൊതുഖജനാവിലെയും ഭക്തജനങ്ങളുടെയും വഞ്ചനയ്ക്ക് തങ്ങളുടെ ഒരു അതിവായനയായിട്ട് വേണമെങ്കിൽ കരുതാം. കാരണം ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ സാന്നിധ്യത്തിൽ വേണ്ട ഈ എണ്ണിത്തിട്ടപ്പെടുത്തൽ, അത് ഈ പറയുന്ന വിരമിച്ച ജഡ്ജി, അങ്ങേക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുന്ന സത്യസന്ധനായ ജഡ്ജി
നടത്തുന്ന ഈ കണക്കെടുപ്പിൽ ദേവസ്വം ബോർഡ് ജീവനക്കാരെ അറിയിക്കേണ്ട, അതിന്റെ റിസൾട്ട് എന്താണെന്ന് അവരെ അറിയിക്കേണ്ട എന്ന് പറയുമ്പോൾ ജീവനക്കാരെ സംശയിക്കുന്നു. അങ്ങനെ ആ സംവിധാനത്തെ മുഴുവൻ സംശയിക്കുന്നു എന്ന് കോടതി പറഞ്ഞിട്ടില്ല കേട്ടോ. ജീവനക്കാരെ അല്ല, പറഞ്ഞതിനൊരു തെളിവ് വേറെ തരാം. ഈ 2020 തന്നെ കോടതി വേറെ ഉത്തരവിട്ടത് സ്മൃതിയുടെ ശ്രദ്ധയിൽ ഉണ്ടാകുമല്ലോ. അയ്യപ്പ ഫ്യൂവൽസ് എന്ന് പറയുന്ന ശബരിമല ദേവസ്വം ബോർഡിന്റെ കീഴിൽ നടക്കുന്ന ഒരു എന്താ പറയുക പെട്രോൾ പമ്പിൽ 40 ലക്ഷം ആവിയായി പോയി. എന്താ പറഞ്ഞത്? അതിന്റെ ഡിജിറ്റലൈസേഷനെ കുറിച്ച് കോടതി പറഞ്ഞോ? മാത്രമല്ല, ഈ ഭണ്ഡാരം എണ്ണുന്നിടത്ത് ആരൊക്കെ വേണം ആരൊക്കെ വേണ്ട എന്ന് കോടതി പറഞ്ഞോ? ഇത് ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല സ്മൃതി. എന്നൊക്കെ രാഷ്ട്രീയക്കാരൻ അധികാരത്തിലേറിയോ, നാസ്തികന്മാർ, ഞങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമില്ലെന്ന് പറയുന്നവർ എന്തിനാ ഈ അമ്പലത്തെ അങ്ങ് നന്നാക്കിക്കളയാൻ പോയവർ നന്നാക്കിക്കളയ വാർത്തകൾ കേൾക്കുന്നത്? നമുക്ക് എന്താ ഒരു കാര്യം ഉറപ്പാണ്, ഇവരൊന്നും അയ്യപ്പൻ ശബരിമലയെക്കുറിച്ചോ ഗുരുവായൂരോ ദേവസ്വം ബോർഡോ അഴിമതി ഇല്ലാതാക്കി നന്നാക്കിക്കളഞ്ഞ് അതങ്ങ് ശ്രേഷ്ഠമാക്കുക എന്ന ലക്ഷ്യത്തോടെയല്ല, മറിച്ച് അതിനകത്ത് വീഴുന്ന അയ്യപ്പൻ്റെ ഊട്ടുതുണി പോലും അടിച്ചു മാറ്റാൻ അവസരം കിട്ടിയാൽ ഇവർ മാറ്റുമെന്നതിൻ്റെ തെളിവല്ലേ ഇത്? പൊതിഞ്ഞ സ്വർണ്ണപ്പാളി ചെമ്പായി മാറുന്നു, അത് പൂശിയത് പോലും അല്ലാതായി മാറുന്നു. കേട്ട കണക്ക് ദേവസ്വം കമ്മീഷണർ പറഞ്ഞ കണക്ക് ശരിയാണെങ്കിൽ 30 കിലോ 300 ഗ്രാം ഉള്ളത് വെറും 394 ഗ്രാമാണ് സ്മൃതി ഇന്ന് അവിടെ തിരിച്ചെത്തിയിരിക്കുന്നത്. 29 കിലോ സംതിങ്, 8 ഗ്രാമാണ് ഒരു പവൻ. അപ്പം 40 പവന് 50 പവൻ എന്ന് പറഞ്ഞാൽ 400 ഗ്രാമേ ഉള്ളൂ, 1/2 കിലോ തികയില്ല. ബാക്കി 29.5 കിലോ എവിടെ പോയി? കോടതി ചോദിക്കുന്ന ചോദ്യതാ. അതിന് ഉത്തരം പറയുന്നതിന് പകരം അത് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ശോഭ കെടുക്കാൻ ഇല്ലാത്ത സംഗമത്തിന് എന്ത് ശോഭ കെടുത്താണെന്ന് എനിക്ക്. ശരി, ഞാൻ ശ്രീ എ സജീവനിലേക്ക് പോകും ഇടവേളയ്ക്ക് ശേഷം. ശ്രീ സജീവൻ, ഇപ്പോൾ ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ BJPയും അവിശ്വാസം രേഖപ്പെടുത്തുകയാണ്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി ആർക്കോ വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള ആരോപണം CPM ഉന്നയിക്കുന്നു. പക്ഷേ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ഗുരുതരമായ പരാമർശങ്ങൾ, കോടതി തന്നെ നടത്താനിരിക്കുന്ന അന്വേഷണം, അത് എന്ത് സൂചനകളാണ് നൽകുന്നത്? തിരിച്ചെത്താം ഇടവേള. ശ്രീ എ സജീവൻ, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന സ്പോൺസറെ സംശയിക്കേണ്ടതല്ലേ? ഇപ്പോൾ പീഠം കാണാതായി എന്ന് പറഞ്ഞ തീയതി, പീഠം കിട്ടിക്കഴിഞ്ഞ ശേഷം ഓർമ്മയുണ്ടായിരുന്നില്ല എന്ന് പറയുക, ഇതിലൊക്കെ തന്നെ അസ്വാഭാവികത സംശയിക്കേണ്ടതല്ലേ? ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്ന ആ കാര്യം കൂടി പരിഗണിക്കേണ്ടതില്ലേ? അപ്പുറത്ത് കോടതിയുടെ വിമർശനങ്ങൾ ഒരു വശത്ത് നിൽക്കുന്നു. അപ്പോഴും സ്മൃതി, ഈ പ്രശ്നം, അതായത് സ്വർണ്ണപ്പാളിയിൽ വന്നിട്ടുള്ള ഈ ഇല്ലായ്മ, സ്വർണത്തിൻ്റെ അംശം നഷ്ടപ്പെട്ട കാര്യം വിവാദമായ ദിവസം നടന്ന ചർച്ചയിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോഴും വളരെ കൃത്യമായിട്ട് ഓർക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ഇത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല. പക്ഷേ ഞാനിതിലൊരു ആരോപണവും ഉന്നയിക്കുന്നില്ല, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അന്ന് ആ ചർച്ചയിൽ പങ്കെടുത്ത ഒരു രാഷ്ട്രീയ പ്രതിനിധി, ജയേന്ദ്രമാഷ്, ഞാൻ ആ പേര് പറയുന്നില്ല, ഇത് പാർട്ടിക്കാരനാണെന്ന് പറയുന്നില്ല, അദ്ദേഹം പറഞ്ഞു നമുക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പൂർണ്ണമായും വിശ്വസിക്കാം. അദ്ദേഹം പറഞ്ഞില്ല ഇതിലൊരു പ്രശ്നവുമില്ല, ഇത് ദേവസ്വം ബോർഡാണ് ഇതിൽ തട്ടിപ്പ് നടത്തിയതെന്നാണ് പറഞ്ഞത്. പക്ഷേ പിന്നീട് സംഭവിച്ച കാര്യം എന്താണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന്, സഹോദരിയുടെ വീട്ടിൽ നിന്ന് ഇത് കണ്ടെടുക്കുന്നു. ആദ്യം അദ്ദേഹത്തിൻ്റെ തറവാട്ടിൽ വെച്ചു, പിന്നീട് അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീട്ടിലേക്ക് മാറ്റിയെന്നാണ്. അറിയാതെ അങ്ങനെ പോവില്ലല്ലോ. ഒരു സ്ഥലത്ത് ചിലപ്പം ഇതെല്ലാം കൂടി കൊണ്ട് ശരിയാക്കിയിട്ട് അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകുമ്പോൾ മറന്നുപോയി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ ഒരു സ്ഥലത്തുണ്ടായിരുന്നത് പിന്നീട് വേറൊരു സ്ഥലത്തേക്ക് മാറ്റുന്നു എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ കാര്യങ്ങൾ എന്താണ്, തൊണ്ട തൊടാതെ നമുക്ക് വിഴുങ്ങാൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അപ്പോൾ അന്നേ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് പൂർണ്ണമായിട്ടും വിശ്വസിക്കണമെന്ന് ഞാൻ അന്ന് ആ ചർച്ചയിൽ പറഞ്ഞ കാര്യം. ഒരാൾ കാണിക്ക കൊടുത്താൽ, സ്പോൺസർ എന്ന് പറഞ്ഞാൽ കാണിക്കയാണല്ലോ അമ്പലത്തിലേക്ക് കൊടുക്കുന്നത്, ആ കാണിക്ക കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ കാണിക്ക കൊടുത്ത വസ്തുവിൽ അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള അവകാശവും ഇല്ല. പിന്നീട് എങ്ങനെയാണ് ഞാൻ കൊടുത്ത സാധനത്തിൽ അതിന് സ്വർണ്ണം ഒന്നും കൂടി പൂശി തരാം എന്ന് പറഞ്ഞ് അത് അദ്ദേഹം വാങ്ങിക്കൊണ്ടു പോകുന്നത്? അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. മാത്രമല്ല, ഇപ്പം ജയേന്ദ്രമാഷ് പറഞ്ഞതിലൊരു പ്രശ്നമുള്ളത്, ഇത് നേരത്തെ ഇദ്ദേഹം സ്പോൺസർ ചെയ്തതാണ്. വിജയ് മല്യ സ്വർണ്ണത്തിൽ പൊതിഞ്ഞ് കൊടുത്തല്ല, സ്വർണ്ണപ്പാളിയിൽ പൊതിഞ്ഞ് കൊടുത്തതല്ല, ഇദ്ദേഹം സ്പോൺസർ ചെയ്തതാണ് എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ അങ്ങനെയുള്ള സാധനമാണ് അത് വീണ്ടും അത് ശരിയല്ലാത്തതുകൊണ്ട് പൂശിത്തരാം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊണ്ടുപോകുന്നത്. ഒരു കാര്യമുള്ളത്, ഇപ്പോൾ നേരത്തെ ഇവിടെ രാധാകൃഷ്ണൻ പറഞ്ഞ കാര്യം,
ഇവിടെ ദേവസ്വം മാനുവലിൽ പറയുന്നതനുസരിച്ച് അത് അവിടെ വെച്ച് തന്നെയാണ് അറ്റകുറ്റപ്പണി നടത്തേണ്ടത്. ഏത് വസ്തുവാണെങ്കിലും അറ്റകുറ്റപ്പണി നടത്തേണ്ടത്, മറ്റുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അത് മാറ്റിയ ഒരു പ്രശ്നം ദേവസ്വം ബോർഡിന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഇനി രാധാകൃഷ്ണന് ഇതിൽ ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? അതാണ് നമ്മൾ നോക്കേണ്ടത്. അദ്ദേഹം ആ സമയത്ത് കുറച്ച് കാലത്തേക്കാണെങ്കിൽ പോലും അദ്ദേഹം തിരുവാഭരണ കമ്മീഷണറായിരുന്നു. അതായത് തിരുവാഭരണം എന്ന് പറയുന്നാൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്ന ആഭരണങ്ങൾ മാത്രമല്ല, അവിടെയുള്ള മൊത്തം കാര്യങ്ങൾ അതിൻ്റെ കസ്റ്റോഡിയനായിരുന്നു. അതിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ചെന്നൈയിലേക്ക് അവിടെ പോയിട്ട് സ്വർണം പൂച്ചുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിന് പോകുന്ന ആള് ഇത് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ ഈ ചെമ്പ് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ അവിടെ അദ്ദേഹം ഇല്ല, അദ്ദേഹത്തിന് അപ്പോൾ ചുമതലയില്ല. അതിനുശേഷമാണ് അദ്ദേഹം ചാർജ് എടുക്കുന്നത്. ചാർജ് എടുത്ത ശേഷം ഈ സ്വർണം പൂശുന്ന നടപടിക്രമങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ അദ്ദേഹം പോയി. അപ്പോൾ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു, ആരുടെയൊക്കെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം അത് കൊണ്ട് ഫിറ്റ് ചെയ്യുന്നപ്പോഴാണ് അപ്പോഴും അദ്ദേഹം അവിടെയില്ല. തീർച്ചയായിട്ടും അത് അദ്ദേഹം പറഞ്ഞ കാര്യം ശരി. പക്ഷേ ഒരു കാര്യമുള്ളത്, ഒരു സ്വർണം പ്ലേറ്റിംഗ് നടത്താൻ പോകുന്ന, സ്വർണം പൂശാൻ കൊണ്ടുപോകുമ്പോൾ അതിനെക്കുറിച്ച് അതിൻ്റെ കസ്റ്റോഡിയനായിട്ടുള്ള ആൾ ഇത് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. പുതുതായിട്ടുള്ള ഒരു തകിടിൽ ഈ ദ്വാരപാലക ശില്പം ഉണ്ടാക്കിയിട്ട് അതിൽ സ്വർണം പൂശി തരികയാണോ എന്നുള്ള കാര്യം നോക്കാൻ അവിടെയുള്ള രജിസ്റ്റർ പരിശോധിച്ച് വേണം പോകാൻ. അദ്ദേഹം കുറച്ച് കാലത്തേക്കാണെങ്കിലും അദ്ദേഹം നേരത്തെ കൊടുക്കുന്ന സമയത്ത് ഇല്ലാതിരുന്ന ആളാണെങ്കിലും കൊണ്ടുവരുന്ന സമയത്ത് ഇല്ലാത്ത ആളാണെങ്കിലും അദ്ദേഹത്തെ ഇത് ചെയ്യാൻ പോകുന്ന സമയത്ത് സ്വർണം പൂശലിൻ്റെ പരിപാടിക്ക് പോകുമ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോയ അതാണോ, അത് ചെമ്പായിരുന്നോ, അത് വെള്ളി പൂശിയതായിരുന്നോ, അത് ഈയം പൂശിയതായിരുന്നോ എന്നൊക്കെ പരിശോധിച്ച് അത് എത്ര കിലോഗ്രാമിൻ്റേതാണ് കൊണ്ടുപോയിട്ടുള്ളത് എന്ന് നോക്കിയിട്ട് അത് വെച്ചിട്ട് വേണമല്ലോ പോകാൻ. ഒരു കാര്യം പോയിട്ട് നോക്കി പോരാനല്ലല്ലോ. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അദ്ദേഹം തിരുവാഭരണത്തിൻ്റെ കസ്റ്റോഡിയൻ എന്ന നിലയിൽ തിരുവാഭരണ കമ്മീഷണർ സ്വാഭാവികമായിട്ടും അതുകൂടി നോക്കിയിട്ട് വേണ്ടിയിരുന്നു പോകാൻ. അപ്പോഴാണ് അദ്ദേഹത്തിന് ഇത് പുതുതായിട്ടുള്ള തകിടായിരുന്നോ അല്ലേ എന്നുള്ള കാര്യമൊക്കെ അറിയാം. അദ്ദേഹം അവിടെ പോയിട്ട് അദ്ദേഹത്തിന് അറിയില്ല എന്നാണ് പറഞ്ഞത്. ഇത് ചെമ്പ് തകിട് കുറേ കൊണ്ടിട്ടു അവിടെ, അത് പിന്നീട് സ്വർണ്ണം പ്ലേറ്റിംഗ്. അപ്പോൾ ആദ്യത്തെ തൂക്കമെടുത്തു, രണ്ടാമത്തെ തൂക്കമെടുത്തു. പക്ഷേ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടോ, അത് പുതുതായിട്ടാണെന്നുള്ള കാര്യം അതിന് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥൻ, ഒരു ദിവസത്തേക്ക് ആണെങ്കിലും ഒരു ദിവസത്തേക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇവിടെ തിരുവാഭരണം എന്ന് പറയുന്നത് അത് സ്വർണ്ണമാണെങ്കിലും ചെമ്പാണെങ്കിലും പിച്ചളയാണെങ്കിലും ഇരുമ്പാണെങ്കിലും എന്താണെങ്കിലും ആ അമ്പലത്തിൻ്റെ ഒരു വസ്തു, അമ്പലത്തിൻ്റെ ഒരു സ്വത്ത് കൊണ്ടുപോയിട്ടുണ്ടോ, അത് എത്ര ഗ്രാമിൻ്റേത് കൊണ്ടുപോയി എന്ന് അവിടെയുള്ള രജിസ്റ്ററിൽ കാണണം. അത് തന്നെയാണോ അവിടെയുള്ളത് നോക്കണം. അതല്ലെങ്കിൽ അദ്ദേഹം രേഖപ്പെടുത്തേണ്ട കാര്യമാണ്. അത് അദ്ദേഹം ചെയ്തില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ വീഴ്ച തന്നെയാണ് എന്ന കാര്യത്തിൽ അദ്ദേഹം ഇതിൽ തട്ടിപ്പിനെ കൂട്ടുനിന്നു എന്നല്ല പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ വീഴ്ചയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിൻ്റെ വീഴ്ച ഞാൻ പറഞ്ഞില്ല. സ്വാഭാവികമായിട്ടും അത് അങ്ങനെ ഒരു മാനുവലിനെ ധിക്കരിച്ചുകൊണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, ഇത് കോടതി ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആണ് ഇത്രയും. അപ്പോൾ ഇത് ഗൂഢാലോചന എന്ന് പറയുമ്പോൾ ഗൂഢാലോചന ഇനി പോലീസോ അല്ലെങ്കിൽ കോടതിയോ അല്ലെങ്കിൽ ഈ അന്വേഷണത്തിന് നിയോഗിച്ചിട്ടുള്ള ജസ്റ്റിസ് ശങ്കരനോ ഒക്കെ കണ്ടെത്തട്ടെ. അതിനു മുമ്പേ ഇത് എന്താണ് അയ്യപ്പ സേവാ സംഘത്തിൻ്റെ അല്ലെങ്കിൽ അയ്യപ്പ സംഗമത്തിൻ്റെ ശോഭ കെടുത്താൻ വേണ്ടിയിട്ടുള്ളതെന്ന് പറയേണ്ട കാര്യമില്ല. വീഴ്ച വന്നതിൽ ഈ പറയുന്ന രൂപത്തിലുള്ള ദേവസ്വം ബോർഡിന് പറ്റിയിട്ടുണ്ട്. ഇവിടെയുള്ള ആൾക്ക് ഇത് കൊണ്ടുപോയ എന്താണ് ഇത് പരിശോധിക്കാൻ പോയിട്ടുള്ള അന്നത്തെ ദേവസ്വം തിരുവാഭരണം കമ്മീഷണർക്ക് പറ്റിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ കണ്ണടച്ചിട്ട് ഒരാളെങ്കിലും വിശ്വസിക്കുകയാണ്. ആ സ്പോൺസർ ആണെങ്കിൽ അല്ലെങ്കിലും വിശ്വസിക്കുകയാണ്. മാത്രമല്ല, ഇദ്ദേഹത്തിനെതിരെ മാനനഷ്ട കേസ് കൊടുക്കും എന്നാണ് ഇപ്പോഴത്തെ പ്രസിഡൻ്റായിട്ടുള്ള പ്രശാന്ത് പറഞ്ഞിട്ടുള്ളത്. മാനനഷ്ട കേസ് ഇദ്ദേഹത്തിനെതിരെ സത്യത്തിൽ വേണ്ട എന്താണ്, അദ്ദേഹം നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ സംഗതി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് തെഫ്റ്റാണ്. അത് ഞാൻ പണ്ട് കൊടുത്ത സാധനത്തിൻ്റെ ഒരു കഷ്ണം ഞാൻ മാറ്റി വെച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത് കൊടുത്തു കഴിഞ്ഞാൽ അത് കാണിക്കയാണ്. കാണിക്ക തിരിച്ചെടുത്തിട്ട് അതിൽ കുറേ എടുത്തു മാറ്റുക അല്ലെങ്കിൽ സൂക്ഷിച്ച് വെക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ തെറ്റാണ്. ദേവസ്വമാണ്, ദേവൻ്റെ സ്വത്താണത്. ദേവസ്വത്തിൻ്റെ സ്വത്ത് എടുത്തിട്ട് ഇങ്ങനെ ചെയ്യാൻ ഒരാൾക്കും അവകാശമില്ല, സർക്കാർ ക്രിമിനൽ കേസാണ്. കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത് ഇത് രജിസ്റ്റർ രേഖപ്പെടുത്തിയതാണോ ഈ പീഠം എന്നറിയില്ല എന്ന്. കൊണ്ടുപോയി പാകമാകാത്ത പീഠമാണ്, അപ്പോൾ തിരിച്ചു കൊണ്ടുപോയി. അതിനെതിരാണ് വിവാദം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്.
അല്ല അത് അറിയണമല്ലോ. അതാണ് പറഞ്ഞത്, ഇവിടെ ഈ രജിസ്റ്റർ എന്ന് പറയുന്നത് വേറെ എവിടെയും കോടതിയുടെ കസ്റ്റഡിയിലൊന്നും ആയിരുന്നില്ല. ഇത് ദേവസ്വത്തിൻ്റെ കയ്യിൽ തന്നെ ഉള്ളതാണ്, ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ തന്നെ ഉള്ളതാണ് രജിസ്റ്റർ. തിരുവാഭരണം കമ്മീഷണറുടെ കസ്റ്റഡിയിലുള്ളതാണ്. അതിൽ ഈ പീഠം ഉണ്ടായിരുന്നോ ഇല്ലയോ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പീഠം എന്ന് പറയുന്ന സാധനം വായുവിൽ വെച്ചതാണോ, അല്ല പീഠമില്ലാതെ അത് ഈ പറയുന്ന പിന്നെ ഈ ശില്പങ്ങൾ വായുവിൽ വെച്ചതാണോ, അതല്ല ചുമരിൽ ഒട്ടിച്ച് വെച്ചതാണോ എന്നൊക്കെ നോക്കണ്ടേ. സാധാരണ രീതിയിൽ എന്ത് വെക്കുമ്പോൾ അതിനൊരു പീഠം അടിസ്ഥാനം ഉണ്ടാകും. അതാണ് പറയുന്ന പീഠം എന്ന് പറയുന്നത്. അതില്ലാതെ എന്തായിരിക്കും, ഒരു പക്ഷേ പീഠം ഇവിടുത്തെ നേരത്തെ ഉണ്ടായിരുന്നു കൊണ്ടുപോയില്ല, പുതിയതാണ് എങ്കിൽ അത് അവിടെയും സംശയിക്കേണ്ട കാര്യമുണ്ട്. ഇതിൻ്റെ ഈ നേരത്തെ ഉണ്ടായിരുന്ന അതേ സംഗതിയിൽ പ്ലേറ്റിംഗ് നടത്തുകയാണെങ്കിൽ ഇതിന് രൂപമാറ്റം വരില്ലല്ലോ. ഇവിടെ പീഠം രണ്ടാമത് കൊണ്ടുവച്ചപ്പോൾ രൂപമാറ്റം വന്നു, അത് പാകമാകാത്തത് കൊണ്ട് തിരിച്ചു കൊണ്ടുപോയി എന്നാണൊരു വാദം. ഇതൊക്കെ നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ കുറേ ഏച്ചുകൂട്ടലുകളും കുറേ യോജിപ്പില്ലായ്മയും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അന്യോന്യം കുറ്റപ്പെടുത്തിയിട്ട് കാര്യം. കാരണം ഇവിടെ ദേവസ്വം ബോർഡ് ഞങ്ങൾ അറിയില്ല എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇത് ഒരിക്കൽ പോലും നമുക്കിതിനെ അങ്ങനെ ഒറ്റയടി വിഴുങ്ങാൻ പറ്റില്ല. ശരിയായ അന്വേഷണം, കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം ഉണ്ടാകേണ്ടതുണ്ട്. ശരി, ദേവസ്വം ബോർഡ് ചുമതലകളിൽ അടിസ്ഥാനപരമായി തന്നെ വീഴ്ചകൾ പറ്റിയിരിക്കുന്നു, പ്രാഥമികമായി തന്നെ വീഴ്ചകൾ വരുത്തിയിരിക്കുന്നു എന്ന് കോടതിയുടെ വിമർശനത്തിൽ നിന്ന് വ്യക്തമാണ്. ഞാൻ CPM പ്രതിനിധിയിലേക്ക് വരാം. ഇടവേള. അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ, ഇപ്പോൾ വിജിലൻസ് ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ശില്പത്തിൽ നിന്ന് കുറഞ്ഞിരിക്കുന്ന ഈ 4.5 കിലോ എന്നുള്ളത് സ്വർണ്ണമല്ല, ചെമ്പാണ് എന്നാണ്. അതെന്താണ്, ഒന്ന് വ്യക്തമാക്കാമോ? അല്ല, അത് വ്യക്തമാക്കുന്നതിന് മുമ്പ് ഈ BJPയുടെ പ്രതിനിധി ഇവിടെ ഉന്നയിച്ച 1-2 കാര്യങ്ങൾക്ക് മറുപടി പറയാൻ കൂടെ എനിക്ക് അവസരം തരണം. അദ്ദേഹം ചരിത്രമായി മാറിയ ആഗോള അയ്യപ്പ സംഗമത്തിൽ 623 ആളുകളാണ് പങ്കെടുത്തത് എന്ന ക്യാപ്സൂൾ ഏതോ ശാഖയിൽ നിന്ന് കിട്ടിയതാണ്. അത് പഴകി ദ്രവിച്ചു പോയതാണ്. അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞ് ഇളിഫ്യനാകരുത് എന്ന് അദ്ദേഹത്തോട് ഞാൻ ദയവായി അപേക്ഷിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിൽ ആകെ അഴിമതിയാണ്, അടിച്ചുമാറ്റലാണ് നടക്കുന്നതെന്ന പദപ്രയോഗമാണ് അദ്ദേഹം നടത്തിയത്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ചില പഴയ ഓർമ്മകളിൽ നിന്ന് പ്രാദേശികമായി സംഘപരിവാര നേതൃത്വം നൽകുന്ന ചില ക്ഷേത്രങ്ങൾക്കകത്ത് നടന്നിട്ടുള്ള അഴിമതിയുടെയും കള്ളക്കണക്കുകളുടെയും ആ ഓർമ്മ വെച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പഴയതുപോലെ അത് വേഗുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാനിരുന്ന് സംസാരിക്കുന്നത് തിരുവനന്തപുരത്തിരുന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ തന്നെ സഹകരണ സംഘത്തിൽ നിന്നും കോടിക്കണക്കിന് രൂപ അദ്ദേഹത്തെ പറ്റിച്ചെടുത്ത് സഹപ്രവർത്തകർ മരണത്തിലേക്ക് തള്ളിവിട്ട നാട്ടിൽ നിന്നാണ് ഞാൻ ഇരുന്ന് സംസാരിക്കുന്നത്. ഈ അമ്പലങ്ങൾ പിന്നീട് നിങ്ങൾ എന്ത് ചെയ്തു? അമ്പലങ്ങൾക്കകത്ത് അപരമത വിദ്വേഷവും കലാപാഹ്വാനവും, നിങ്ങളൊന്ന് വായടച്ച് മര്യാദകരിക്കുക, അപരമത വിദ്വേഷവും കലാപാഹ്വാനവും നടത്തി നിങ്ങൾ ഈ നാട്ടിനെ കലാപക്കളമാക്കി തീർക്കുന്നതിന് വേണ്ടി വലിയ പരിശ്രമം നടത്തിയിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ പഴയതുപോലെ യേശുന്നില്ല. നിങ്ങൾ ഈ കുഷ്ഠരോഗികൾക്ക് വേണ്ടി ഒരു ജീവിതം ഒഴിഞ്ഞുവെച്ച ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഉദാത്ത മാതൃകയായിട്ടുള്ള മദർ തെരേസയെ പോലും മതപ്രഭാഷണം എന്ന പേരിൽ നിങ്ങൾ ഈ നാട്ടിൽ എന്തൊക്കെയാണ് വിളിച്ചുകൂവി നടത്തിയിട്ടുള്ളത്, ഇതെല്ലാം ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. നിങ്ങളെക്കുറിച്ച് വളരെ മനോഹരമായി ജനങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ ബാക്കി പത്രമാണ് പന്തളത്ത് നിങ്ങൾ സംഘടിപ്പിച്ച സംഗമത്തിനകത്ത് ശ്രീരാമസേനയുടെ അധ്യക്ഷൻ അദ്ദേഹത്തിൻ്റെ പേര് ശാന്താനന്ദൻ എന്ന് പറയുന്നയാൾ വാവരെക്കുറിച്ച് നടത്തിയിട്ടുള്ള പ്രസംഗം. ഈ പ്രസംഗങ്ങളൊക്കെ ഈ നാട്ടിൽ എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരല്പമെങ്കിലും മാനുഷിക മൂല്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സംഘപരിവാരത്തിന് ഓർക്കാനോ അതിനെതിരായിട്ട് അല്ലെങ്കിൽ അത് തെറ്റായിപ്പോയെന്ന് പറയാനോ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? അതാണ് നിങ്ങൾ എത്തി നിൽക്കുന്ന അധമമായ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം എന്നുള്ളത് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട ആങ്കർ സൂചിപ്പിച്ചൊരു കാര്യം, എന്നോട് ചോദിച്ച ചോദ്യം, അതിന് വളരെ വ്യക്തമായിട്ടുള്ള മറുപടി നേരത്തെ തന്നെ ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള ശ്രീ സജീവൻ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അവിടെ ഏതെങ്കിലും രൂപത്തിലുള്ള ചെമ്പിൽ കുറവ് പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ചെമ്പിൽ പൂശിയിരുന്ന സ്വർണത്തിൽ കുറവ് പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ചെമ്പിൽ പൊതിഞ്ഞ സ്വർണത്തിന് കുറവ് പറ്റിയിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് സമഗ്രമായി രഹസ്യാത്മകമായി അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ജഡ്ജിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, റിട്ടയർഡ് ജഡ്ജിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടുന്ന കാര്യങ്ങളാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഡിസിപ്ലിനറി ലാപ്സ് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് കൂടെ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ നടന്നെങ്കിൽ മാത്രമേ അത്തരം കാര്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ പാടുള്ളൂ.
ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ആവർത്തിച്ച് സൂചിപ്പിക്കുന്നത് ഏതോ ഒരു ചെറിയ പീരീഡിൽ RSSകാർ സ്ഥിരമായി സംഘപരിവാറുകാർ പറയുന്നത് പോലെ ചിലപ്പോൾ പറയാറുണ്ടല്ലോ, ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ശബരിമലയിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കാര്യങ്ങൾ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു ഭാഗം അന്വേഷിക്കാനല്ല, 999 മുതലുള്ള കാര്യങ്ങൾ സമഗ്രമായി അന്വേഷിക്കുന്നതിനാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ 98 വിജയ് മല്യ 30 കിലോ സ്വർണമാണ് അവിടെ കൊടുത്തിരുന്നത്. അത് സ്വർണ്ണപ്പാളിയായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് നന്നാക്കാൻ കൊടുക്കുമ്പോൾ അത് ചെമ്പുപാളി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതെങ്ങനെ സംഭവിച്ചു എന്നാണ് ചോദ്യം. തീർച്ചയായും 98 മുതലുള്ള കാര്യങ്ങൾ അന്ന് മുതൽ അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രിമാർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, ഇതിന് നേതൃത്വം നൽകിയ ആളുകൾ, ഉദ്യോഗസ്ഥ പ്രധാനികൾ, ഇവരെ സംബന്ധിച്ചൊക്കെ ഉറപ്പായും അന്വേഷണത്തിന്റെ പരിധിയിൽ വരും. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ലാബ്സ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ കൃത്യമായി അന്വേഷണത്തിലൂടെ വ്യക്തമാകേണ്ട കാര്യങ്ങളാണ്. അതിനെ സംബന്ധിച്ച് ഒരു മുൻവിധി നടത്തി നിങ്ങളുടെ കാലയളവിൽ അവിടെ രേഖപ്പെടുത്തി നന്നാക്കാൻ കൊണ്ടുപോയ ചെമ്പുപാളിയാണോ സ്വർണ്ണപ്പാളിയാണോ എന്നുള്ള ചോദ്യമാണ്. ചെമ്പുപാളി എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് 98 ഈ പറയുന്ന വിജയ് മല്യ വഴിപാടായി ക്ഷേത്ര ശ്രീകോവിലിൽ സ്വർണം പൊതിയാൻ തീരുമാനിക്കുന്നു. അദ്ദേഹം പതിവിന് വിരുദ്ധമായി വാർത്താ സമ്മേളനത്തിൽ അക്കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നു. അന്ന് വലിയ വാർത്തയായി വന്ന കാര്യങ്ങൾ തന്നെയാണ് അത്. ചെമ്പ് തകിടുകൾക്ക് മേൽ സ്വർണ്ണപ്പാളി പതിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ പറയുന്ന 98 സെപ്റ്റംബർ 4 സ്വർണം പൊറിഞ്ഞ് ശ്രീകോവിൽ വിജയ് മല്യ സമർപ്പിച്ചത്. അതെവിടെയൊക്കെ എന്ന് കൂടിയുണ്ട്. ശ്രീകോവിലിന്റെ മേൽക്കൂര, മേൽക്കൂരയിലെ 4 നാഗരൂപങ്ങൾ, ശ്രീകോവിലിന്റെ സീലിംഗ്, 2 ദ്വാരപാലക ശില്പങ്ങൾ, ഭിത്തിയിലെ അയ്യപ്പ ചരിതം എഴുതിയ തകിടുകൾ എന്നിവയിലൊക്കെ സ്വർണം പൊറിഞ്ഞിട്ടുണ്ട്. ഇത് നന്നാക്കാൻ കൊണ്ടുപോകുമ്പോൾ ചെമ്പുപാളി എന്നെങ്ങനെയാണ് എഴുതി വെക്കുക? തീർച്ചയായിട്ടും മങ്ങൽ നേരെയാക്കാനല്ലേ കൊണ്ടുപോയത്? സ്വർണ്ണപ്പാളിയിലെ മങ്ങൽ മിനുക്കാനല്ലേ കൊണ്ടുപോയത്? പിന്നെ എങ്ങനെയാണ് സ്വർണം പൂശാൻ കൊണ്ടുപോയി എന്ന രൂപത്തിൽ അത് ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തുക? മങ്ങൽ നേരെയാക്കുന്നതിനും നാണയത്തൊട്ടുകൾ വലിച്ചെറിഞ്ഞ് ദ്വാരപാലക ശില്പത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നും അതുപോലെ തന്നെ മെഴുകുരുകി അതിന്റെ നിറം മങ്ങിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള പല രൂപത്തിലുള്ള വേർഷൻസ് വരുന്നുണ്ട്. എന്താണ് ദേവസ്വം ബോർഡ് അവിടെ രേഖപ്പെടുത്തിയത്? എന്തിനാണ് ഈ ബാക്കിയുള്ളവരുടെ വേർഷൻസിലേക്ക് പോകുന്നത്? ഇത്രയ്ക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടോ? രേഖപ്പെടുത്തിയിരിക്കുന്നത് ചെമ്പുപാളി എന്നാണെന്നേ. അതെങ്ങനെ സംഭവിക്കും? അപ്പൊ പിന്നെ എളുപ്പമാണല്ലോ. ചെമ്പിന്റെ കുറവാണ് സംഭവിച്ചത് പറയാ. ഇത് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പറഞ്ഞത്. 4.5 കിലോ ചെമ്പ് പോയതായിരിക്കുമെന്ന്. അല്ലല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇതിലൂടെ മഹത്വവൽക്കരിക്കാൻ വേണ്ടി മഹത്വവൽക്കരിക്കുന്നു. ഈ പറയുന്ന ഈ പീഠം കാണാതായതിനു മുൻപ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസറുടെ പ്രതികരണം വന്നല്ലോ. ഞാൻ ആദ്യ പ്രതികരണത്തിലേക്കാണ് ചോദിക്കുന്നത്. ഈ പറയുന്ന പീഠമല്ല, പീഠം അവിടെ നിൽക്കട്ടെ. സ്വർണ്ണപ്പാളിയുടെ കാര്യത്തിൽ സ്വർണ്ണപ്പാളിയിൽ അത് ചെമ്പ് കുറഞ്ഞതായിരിക്കുമെന്ന് അദ്ദേഹവും പറയുന്നു. അവിടെ ചെമ്പ് കൊണ്ടുപോയി എന്നാണ് രേഖപ്പെടുത്തിയത്. അതെങ്ങനെയാണ് അങ്ങനെ രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ചോദ്യം. നിങ്ങളുടെ കാലയളവിൽ 2019 എഴുതി വെച്ച കാര്യത്തെക്കുറിച്ചാണ് ചോദ്യം. അല്ല, അത് രേഖപ്പെടുത്താൻ ഇടയായ അത് അങ്ങനെ സ്വർണം പൂശിയ ചെമ്പുപാളി എന്നതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും രൂപത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ രേഖപ്പെടുത്തിയ കാര്യം കൂടെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതെങ്ങനെ സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് വെള്ളപൂശി സംസാരിക്കുന്നതിനല്ല ഞാനിവിടെ ഇരിക്കുന്നത്. ഞാൻ വളരെ കൃത്യമായി എന്റെ നിലപാട് പറഞ്ഞു. ഈ കാര്യങ്ങളെ സംബന്ധിച്ച് സമഗ്രമായി അന്വേഷിക്കും. കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഇവിടെ RSSന്റെ പ്രതിനിധി പറഞ്ഞതുപോലെ ബോർഡിനകത്ത് കുഴപ്പം പറ്റിയിട്ടുണ്ട് എന്ന് സമ്മതിക്കലാണോ അങ്ങ് നടത്തുന്നത്? അങ്ങ് ഒന്ന് അയ്യപ്പ സംഗമം ഒന്ന് മാറ്റി വെക്കൂ പ്ലീസ്. കുറെ നേരം അതാണ് പറയുന്നത്. ഞാൻ ഒരു കാര്യം അടിവരയിട്ട് പറയുന്നു. കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികളായി ദേവസ്വം ബോർഡിൽ സത്യപ്രതിജ്ഞ ചെയ്തു അധികാരത്തിൽ വന്ന ഒരാൾ പോലും, പ്രശാന്ത് മുതൽ അങ്ങോട്ടുള്ള മുഴുവൻ ആളുകളും അങ്ങനെ അഴിമതി കാണിക്കുകയോ ഏതെങ്കിലും രൂപത്തിൽ ദേവസ്വം ബോർഡിലെ സ്വത്ത് കട്ടുതിന്നാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന ആളുകളല്ല എന്ന് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും. അതല്ലാതെ ഇവിടെ ശശികലയെ പോലുള്ള ആളുകൾ ദേവസ്വം ബോർഡിന്റെ പണമെടുത്ത് ചർച്ചുകൾക്കും മോസ്കുകൾക്കും അവരെ സഹായിക്കുന്നതിന് വേണ്ടി പറയുന്നവർക്ക് പറയാൻ ആയുധം കൊടുത്തോ നിങ്ങൾ? അങ്ങനെ പറയുന്നവർക്ക് പറയാൻ ആയുധം കൊടുത്തോ നിങ്ങൾ എന്നുള്ളതാണ് ശ്രീ. നിങ്ങൾക്ക് കഴിയുന്നില്ല. അല്ലല്ല, അങ്ങനെ പറയുന്നവർക്ക് ആയുധം കൊടുത്തോ എന്നുള്ളതാണ് ശ്രീ സുരേഷ് കുമാറുള്ള ചോദ്യം. അല്ലല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ.
ഞാനൊരു കാര്യം പറഞ്ഞു, ഇതെല്ലാം ജനങ്ങൾ തള്ളിക്കളയുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമല്ലേ ശബരിമലയിൽ കാണിക്ക അർപ്പിക്കരുതെന്ന് കഴിഞ്ഞ ഉത്സവത്തിന് മുൻപേ, കഴിഞ്ഞ സീസണിന് മുമ്പേ ഇവിടെ സംഘപരിവാരം പ്രഖ്യാപിച്ചു. എന്താ സംഭവിച്ചു? 10 മടങ്ങ് കാണിക്ക ചോദിച്ചതിന് ഉത്തരം പറയൂ സർ. ആ അമ്പലത്തിൽ അർപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. മനസ്സിലായില്ലേ? ശരി, ഇത് ആ പറഞ്ഞ ഭക്തരുടെ- കാര്യമാണ്. നിങ്ങൾ എത്ര നിഷേധിച്ചാലും ഇവിടെ ഭക്തരുടെ ശശികലയെ പോലുള്ള വിശ്വാസം- ആളുകൾ ഭക്തരുടെ മൈക്ക് വിശ്വാസം കെട്ടി അത് ചെയ്യുന്നു. ദേവസ്വം ബോർഡിലെ പണം നോക്കൂ, അവരെ ഭക്തർ അങ്ങോട്ട് മത സമർപ്പിച്ചതിന്റെ കണക്കെടുത്ത് ആരാധനാലയങ്ങളുടെ കൃത്യമല്ല, വികസനത്തിന് വേണ്ടി വിനിയോഗിക്കുന്നുണ്ട് രേഖപ്പെടുത്തൽ എന്ന് കൃത്യമല്ല. മൈക്ക് കെട്ടി പറഞ്ഞതാണ്. അത് പരിശോധിക്കാനാണ് മൈക്ക് കെട്ടി ഇപ്പോൾ പറഞ്ഞതാണ്. വിരമിച്ച ജഡ്ജി വരുന്നത്. വീണുപോയി, ഒന്ന് കണക്ട് ചെയ്താൽ മതി. അല്ല, അദ്ദേഹം വരുന്നതിനെ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ്. അല്ലാതെ ഇത് അദ്ദേഹത്തിന്റെ അന്വേഷണ വരണ്ടാന്ന് പറയാൻ കാര്യങ്ങൾ പറ്റുമോ? ഉണ്ടാകണം. അത് ആ അന്വേഷണം ഏതെങ്കിലും തരത്തിലുള്ള ലാബ്സ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തി ഉണ്ടായിട്ടുണ്ട് മേലിൽ എന്നാണല്ലോ ഇത്തരം കണ്ടെത്തൽ. കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാം നല്ല കരുതൽ നടപടികൾ നോക്കൂ, സ്വീകരിക്കണം. നിങ്ങളുടെ കാലത്തുണ്ടായിരിക്കുന്ന പിഴവുകളാണ് അക്കമിട്ട് ഓരോന്നോരോന്നായി പറയുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ പരിശോധിക്കും. ഞങ്ങളുടെ കാലത്ത് ഞങ്ങളാരും അങ്ങനെയല്ല, അഴിമതിക്കാരല്ല. ഞങ്ങളുടെ ഇങ്ങനെ പറഞ്ഞിട്ട് കാലത്തെ കാര്യമില്ലല്ലോ. മാത്രമല്ല അന്വേഷിക്കുന്നത്. 999 മുതലുള്ള കാര്യങ്ങൾ അതായിക്കോട്ടെ, ഞാൻ 98 മുതലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. 98 വിജയ് മല്യ കൊടുത്തതിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. 99 ആക്കണ്ട. 98 കൊടുത്ത രേഖപ്പെടുത്തിയ അന്ന് പത്രങ്ങളിൽ വാർത്ത വന്ന സ്വർണം പൂശി, എവിടെയൊക്കെ സ്വർണം പൂശി എന്നുള്ള കാര്യം. അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് 99 മുതൽ ഉള്ള കാര്യങ്ങൾ അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആയിക്കോട്ടെ, കോടതിയുടെ 99 മുതൽക്കുള്ള എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തുന്നില്ല? അന്ന് മാധ്യമങ്ങളിലടക്കം വെണ്ടയ്ക്ക അക്ഷരത്തിൽ വാർത്ത വന്നതാണ് വിജയ് മല്യ ഈ 30 കിലോ സ്വർണം അങ്ങോട്ട് കൊടുത്തത്. അദ്ദേഹം തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യമാണ്. അതിന്റെ വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരികയാണെന്നേ. അതിലൊരു ഭാഗം നന്നാക്കാൻ കൊടുക്കുമ്പോഴാണ് ഇവിടെ ചെമ്പാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത്. അതെങ്ങനെയാണ് അങ്ങനെ രേഖപ്പെടുത്തുക എന്നാണ് ചോദ്യം. ഒരേ സമയം പറയുന്നു ഈ പറഞ്ഞ സ്വർണത്തിന് മങ്ങലേറ്റു എന്ന് പറയുന്നു, എന്നിട്ട് കൊണ്ടുപോയൊരു ചെമ്പാണെന്ന് രേഖപ്പെടുത്തുന്നു. അതെങ്ങനെ സംഭവിക്കും? നമ്മളെല്ലാവരും ആദ്യഘട്ടത്തിൽ വിശ്വസിച്ചത് എന്താണ്? ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു, ഈ പീഠം ഞങ്ങൾ പണി ചെയ്ത് ശബരിമലയെ ഏൽപ്പിച്ചു. ഇപ്പോൾ ആ പീഠം എവിടെ നിന്നാണ് കണ്ടെത്തിയത്? പീഠം അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തി. അതല്ലേ വസ്തുത? അതുപോലെ തന്നെ ഇതിനകത്ത് ചെമ്പ് പാളിയാണോ, സ്വർണം പൂശിയ ചെമ്പ് പാളിയാണോ എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ വളരെ കൃത്യമായ അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടുന്ന കാര്യങ്ങളാണ്. അവിടെ നമ്മൾ എന്താണ് മുൻവിധിയോടുകൂടി വളരെ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുന്നത്? പെട്ടെന്ന് ത്വരിത വേഗത്തിൽ വിമർശനം ഒരു വസ്തു വരുന്നു. നിങ്ങൾ വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി നിങ്ങളെ ചതിച്ചതിന്റെ വിവരങ്ങൾ പുറത്തു വരികയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് സഹായിയുടെ പ്രതികരണം വരികയാണ്. സ്വാഭാവികമായും നിങ്ങൾ പ്രതിരോധത്തിലാകും, നിങ്ങളോട് ചോദ്യങ്ങളുണ്ടാകും. ചോദ്യങ്ങൾക്ക് ഉത്തരം തേടാൻ കോടതി തന്നെ ഒരു ജഡ്ജിയെ ഏൽപ്പിക്കുകയാണ്. നമുക്ക് നോക്കാം. അതിനിടയ്ക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന മാനനഷ്ടം, ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതിൽ നിന്ന് മാത്രമല്ലല്ലോ മാനനഷ്ടം ഉണ്ടാകുന്നത്. കോടതിയുടെ വിമർശനങ്ങളും മാനനഷ്ടത്തിന് കാരണമാകുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ അതെങ്ങനെ സംഭവിക്കുന്നു? ആരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായി പരിശോധിക്കേണ്ടതല്ലേ? ഇന്ന് ജി സുധാകരൻ പറഞ്ഞത് എവിടേക്കാണ് ജി സുധാകരൻ ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾ പരിശോധിക്കേണ്ടതല്ലേ? അല്ലല്ല, ഇതെല്ലാം വളച്ചൊടിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ കാലത്ത് ഇങ്ങനെ ഒരു സാധനം കൊണ്ടുപോയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ അത് CPM-ഉം സർക്കാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ആത്മപരിശോധന നടത്തേണ്ടതാണ് എന്ന നിഗമനത്തിലേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തിച്ചേരുന്നത്? അദ്ദേഹം പറഞ്ഞത് എന്താണ്? എൻ്റെ കാലത്ത് ഇത്തരത്തിലുള്ള കാര്യം സ്വർണ്ണപ്പാളി അത് മിനുക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയിട്ടില്ല, അങ്ങനെ ഒരു സംഗതി നടന്നിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞാൽ ഉടൻ അത് നമ്മൾ സ്വയം വിമർശനപരമായി പരിശോധിക്കേണ്ടുന്ന കാര്യമാണെന്ന് ആങ്കർ ഏത് അടിസ്ഥാനത്തിലാണ് അത്തരം ഒരു നിഗമനത്തിൽ കോടതി തന്നെ പരിശോധിക്കാൻ പറയുകയല്ലേ? ഇപ്പൊ എന്റെ കാലത്ത് നടന്നിട്ടില്ല എന്ന് മന്ത്രി ജി സുധാകരൻ പറയുമ്പോൾ എന്റെ കാലയളവിൽ എന്റെ അടുത്ത് നിന്ന് ആ വകുപ്പ് മാറ്റിയ ശേഷം കുഴപ്പം സംഭവിച്ചിട്ടുണ്ടെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. കോടതി പരിശോധിക്കാൻ നോക്കൂ, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പരിശോധിക്കാൻ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം ഞാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രസ്ഥാനമോ പരിശോധിക്കണ്ട എന്ന് പറയും എന്ന് അങ്ങനെ ഒരു സമീപനത്തിൽ എത്തിച്ചേരും. അങ്ങനെ ആർക്കെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റില്ലെന്നേ. അത് നിങ്ങളുടെ വിശാല മനസ്കതയല്ല. പിന്നെ എന്തിനാണ് നിരർത്ഥകമായ ചോദ്യങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് കോടതിയെ ധിക്കരിക്കാൻ പറ്റില്ലല്ലോ. ഉന്നയിക്കുന്നത് അങ്ങനെ കോടതിയെ ധിക്കരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ലല്ലോ. ഞങ്ങൾക്കെന്നല്ല, ആർക്കും കഴിയില്ല. പിന്നെ എന്തിനാണ് കഴിയില്ല. അതൊരു ഭരണഘടനയുമായി ബന്ധപ്പെട്ട് അതിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാൾക്കും കഴിയില്ല. ശരി,
ഉണ്ണികൃഷ്ണൻ എല്ലാവർക്കും പോറ്റിയും അത് binding പീഠവും ആണ്. മാത്രമല്ല നമുക്ക് വിഷയം. എല്ലാവർക്കും അത് binding ആണ്. സ്വർണ്ണപ്പാളിയാണോ ചെമ്പുപാളിയാണോ എന്നതും വിഷയമാണ്. നമുക്ക് നോക്കാം. സമയം അവസാനിച്ചതുകൊണ്ടാണ്. വളരെ നന്ദി RG രാധാകൃഷ്ണൻ, അതെ, അഡ്വക്കേറ്റ് ഡി. സുരേഷ് വിഷയമാണ്. കുമാർ. അത് വിഷയമാണ്. പക്ഷെ പറയുമ്പോൾ തെറ്റിദ്ധരിപ്പിക്കരുത്. അല്ല, ഒന്നും തെറ്റിദ്ധരിക്കാനില്ല. കോടതി ചോദിച്ച ചോദ്യങ്ങൾ അവിടെ നിൽക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയും വാസുദേവനും പറയുന്ന കാര്യങ്ങൾ അവിടെ നിൽക്കുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്ന മറ്റു കാര്യം അവിടെ നിൽക്കുന്നു. ഒന്നും തമ്മിൽ ചേരുന്നില്ല, ഒന്നും തമ്മിൽ ചേരുന്നില്ല എന്ന യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. വളരെ നന്ദി ശ്രീ ടി. പി. ജയേന്ദ്രൻ, ശ്രീ എ. സജീവൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.